കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് സഭാരാധനയുമായി വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളുടെ ദൈവജനം ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കളും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കട്ടെ. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകൾ നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ അല്പനേരം ദൈവവചനത്തിൽ ചില വാക്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിരുന്ന ശേഷം ഞാൻ ഹല്ലേലൂയ സ്തോത്രം സാക്ഷ്യത്തിന് സമയം വേദനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേകമായൊരു നിയോഗപ്രകാരമാണ് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ട ഒരു വിഷയമായിരുന്നു പേഴ്സണൽ എൻകൗണ്ടർ, വ്യക്തിപരമായ ദൈവികമായ ഇടപെടൽ എന്നുള്ള വിഷയം. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ബൈബിൾ കോളേജ് പഠന സമയം മുതലേ എനിക്ക് ഏറ്റവും അധികം വളരെ ഇഷ്ടപ്പെട്ട ഒരു വേർഡാണ് പേഴ്സണൽ എൻകൗണ്ടർ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വ്യക്തിപരമായ ഇടപെടൽ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഒരു വ്യത്യസ്തമായ ഒരു എൻകൗണ്ടർ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാനിടയായി തീരും. ദൈവം എന്ന് വെച്ചാൽ നാളെ മുതൽ 7 ദിവസം വരെ പ്രത്യേകിച്ച് നമ്മുടെ ഹല്ലേലൂയ സ്തോത്ര സഭയുടേതായ ഒരു ഉപവാസ പ്രാർത്ഥന ഞാൻ 7 ദിവസം ഹല്ലേലൂയ ദൈവം വെച്ചാൽ 7 ദിവസത്തിനകത്ത് നമുക്ക് ഈ ഒരു വിഷയം, പ്രധാനപ്പെട്ട ആത്മീയ വിഷയം എന്ന് പറയുന്നത് പേഴ്സണൽ എൻകൗണ്ടർ എന്ന വിഷയം തന്നെ ആയിരിക്കട്ടെ. അതിനോടൊപ്പം തന്നെ നാം വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങൾ നമുക്കറിയാമല്ലോ. വിസ സംബന്ധമായ ചില വിഷയങ്ങൾ, അതിൻ്റെ കുഞ്ഞിൻ്റെ വിസ, അതുപോലെ ഇന്ന് പകൽക്കാലം പറഞ്ഞതായ വിഷയം പ്രിയപ്പെട്ടതായ സിസ്റ്റേഴ്സിന് ദൈവം എത്രയും വേഗം നേഴ്സിങ്ങിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വിഷയങ്ങൾ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഇതിനൊക്കെ അപ്പുറം ഇതൊക്കെ നമ്മൾ സെക്കൻഡറിയാണ്. ഫസ്റ്റ് പ്രൈമറി വിഷയമെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം 7 ദിവസവും നാം ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് രാവിലെ 4 മണി മുതൽ ഏകദേശം 5:30-6 മണി മുതൽ എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടായി. നിങ്ങൾ കഴിയുമെങ്കിൽ മാത്രം, നിങ്ങൾ ജോലികൾ പോകുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിർബന്ധിക്കത്തില്ലെങ്കിലും കഴിയുമെങ്കിൽ മാത്രം കയറി വരിക. അല്ല എന്നുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ, ആത്മാർത്ഥതയോടെ, പ്രാർത്ഥനയോടെ നാം ആയിരിക്കണം. കർത്താവേ, എന്നോട് വ്യക്തിപരമായി ദൈവം സംസാരിക്കുമാറാകണമേ. കർത്താവേ, കഴിഞ്ഞ നാളുകൾ ഇടപെട്ടതുപോലെയല്ല ഇനിയും കർത്താവ് എന്നെ ഉപയോഗിക്കുമാറാകണമേ. കർത്താവ് ഒരു പുതിയൊരു വ്യക്തിപരമായൊരു എൻകൗണ്ടർ എൻ്റെ ജീവിതം നടക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുക ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യക്തിപരമായ എൻകൗണ്ടർ. നമുക്കറിയണം, ഒരു കാര്യം കൂടെ ഓർക്കണം, നമ്മൾ മാത്രം പോരാ. ഹല്ലേലൂയ സ്തോത്രം. കുടുംബത്തിലുള്ള എല്ലാവരും ദൈവിക ഇടപെടൽ അനുഭവിക്കണം. ഹല്ലേലൂയ. സഭയിലുള്ള എല്ലാവരും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഹല്ലേലൂയ ദൈവിക ഇടപെടൽ അനുഭവിക്കും. ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, സഹോദരങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം? ദൈവികമായ ഇടപെടലിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം മുമ്പാകെ സമർപ്പിക്കുന്ന തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു എന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങൾ അനേകം വ്യക്തിപരമായി അറിയാവുന്ന ചില സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ അത്ഭുതമാകണം ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന, ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന, അന്യഭാഷയിൽ കഴിയുന്നിടത്തോളം ദൈവസന്നിധി സ്തുതിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, എന്നും നിരന്തരമായി നാം പഠിക്കുന്ന ഭാഗമാണല്ലോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഫലമുള്ളവരായി തീരണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വ, അസൂയ, ഭിന്നത, ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് വരരുത്. ഈ ദിവസം അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ അനുഭവവും നമ്മുടേതായ ജീവിതത്തിൽ വിട്ടുമാറണം. നമ്മുടെ ചിന്തയിൽ നിന്ന് വിട്ടുമാറണം, നമ്മുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറണം, നമ്മുടെ ആരാധനയിൽ നിന്ന് പോലും വിട്ടുമാറണം. ഹല്ലേലൂയ. അന്ന് പലപ്പോഴും ആരാധനയ്ക്ക് പോലും ചില പാട്ടുകൾ പാടുമ്പോൾ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമാകുമെന്ന് ചിലർ പാട്ട് പാടുമ്പോൾ ഹൃദയത്തിനകത്ത് പലരുടെയും ചിത്രം വരുന്നുവെങ്കിൽ ഓർക്കണം, നിങ്ങൾ നിൽക്കുന്ന ദൈവികമല്ല, പൈശാചികമാണ്. നിങ്ങളുടെ മൈൻഡിനകത്ത് അങ്ങനെ വെളിപ്പെടരുത്. നമുക്കെതിരായി പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാവണം. എന്നെ എതിർക്കുന്ന, എൻ്റെ ജീവിതത്തെ തകർക്കുന്ന, എൻ്റെ കുടുംബത്തെ തകർക്കുന്ന, എൻ്റെ വ്യക്തി മണ്ഡലങ്ങളെ തകർക്കുന്ന, എൻ്റെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന, എൻ്റെ ഭർത്താവിനെ തകർക്കുന്ന, എൻ്റെ ഭാര്യയെ തകർക്കുന്ന, കുഞ്ഞുങ്ങളെ തകർക്കുന്ന ചില ശത്രുവിൻ്റെ പദ്ധതി കൊണ്ട് അതിൻ്റെ ബാക്കിലേക്ക് നാം പോകണം. ഒരിക്കലും ജഡത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നാം പോകരുത്. ജഡരക്തങ്ങളോടുള്ള ബന്ധത്തിലുള്ള ഒരു പോരായ്മകൾ നമ്മുടെ മനസ്സിനകത്ത് വരരുത്. യേശുവിൻ്റെ നാമത്തിന് പകൽക്കാലം വിടുതൽ ഏറ്റെടുക്കണം. ഹല്ലേലൂയ.
ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ വിഷയത്തിൽ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങൾ കേൾക്കുന്ന പലരോടുള്ള ദൂതായിരിക്കാം. ഇന്ന് പകൽക്കാൻ നാം ഓർക്കണം, നാം പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ചില പകകൾ, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷം, അസൂയ, ഭിന്നത, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കടത്തിവിട്ട് നമ്മെ ചില, ഹല്ലേലൂയ സ്തോത്രം, ഒരു ചിന്തയിൽ മാറ്റിക്കളയുന്നൊരു ശത്രുവിൻ്റെ പദ്ധതിയുണ്ട്. എന്താ കാരണമെന്നറിയാമോ? മാനുഷികമായിട്ടുള്ള ചില ശത്രുതകൾ വരുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയാൽ ശത്രുവിൻ്റെ ചില പദ്ധതികൾ ദേശത്തിനകത്തുണ്ട്. ദേശാധിപ ശക്തിയുണ്ട്, മന്ത്രവാദ ശക്തികളുണ്ട്. നാം ഉറങ്ങിയാൽ ഒരുപക്ഷെ ഉറങ്ങാതെ രാത്രി മുഴുവൻ ഇരുന്ന് ഹല്ലേലൂയ പലവിധമാകുന്ന മന്ത്രവാദങ്ങൾ ചെയ്ത് നമ്മുടെ ചവിട്ടു മണ്ണുകളും മുടിയും ഒക്കെ എടുത്തു വച്ച് നമ്മെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്ന പല മന്ത്രവാദ ശക്തികളുണ്ട്. മാനുഷികമല്ല ഞാൻ പറയുന്നത്, ചില അമാനുഷികമായ ചില ശക്തികളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദാനിയേലിന്റെ പ്രാർത്ഥനയെ 21 ദിവസം മുടക്കി വെച്ച പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നറിയപ്പെടുന്ന ദേശാധിപ ശക്തികൾ പോലെയുള്ള ശക്തികൾ നമുക്കെതിരായി പല അമ്പുകൾ, ഹല്ലേലൂയ, ഒളി അമ്പുകൾ പതിയിരിപ്പ് പോലെ നിൽക്കുമ്പോൾ നമ്മൾ മാനുഷികമായ ചില വ്യക്തികളുടെ ബാക്കിൽ പോകരുത്, പകയുടെ ബാക്കിൽ പോകരുത്, വൈരാഗ്യത്തിന്റെ ബാക്കിൽ പോകരുത്, ഹല്ലേലൂയ, അസൂയയുടെ ബാക്കിലേക്ക് പോകരുത്. നമ്മൾ പോകേണ്ടത് ഹല്ലേലൂയ കർത്താവായ ദൈവത്തിനു മുമ്പാകെ വിശ്വസ്തയോടെ നാം നിൽക്കുക. നിശ്ചയമായൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഞാനൊന്നുകൂടെ ഏറ്റു പറയട്ടെ, നമ്മുടെ ഹല്ലേലൂയ പോരാട്ടം ലോകപരമായി ആകരുത്, വ്യക്തികളോടാകരുത്. ശത്രുവിൻ്റെ പോരാട്ടം തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ ദൈവ പ്രവർത്തിക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു കാര്യം കൂടെ ഓർക്കണം, നിൽക്കുന്ന സമയത്ത് ആരോഗ്യത്തോടെ സമയം നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്നുള്ള ചില രോഗങ്ങൾ, പെട്ടെന്നുള്ള ചില വിഷയങ്ങൾ കടത്തിവിട്ട്, പെട്ടെന്നുള്ള ചില അപകടങ്ങൾ കടത്തിവിട്ട് ജീവിതത്തെയും കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും കുഞ്ഞുങ്ങളെയും തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്ന ചില ശത്രുവിൻ്റെ ദേശാധിപ ശക്തികളും പല ശത്രുവിൻ്റെ പദ്ധതികളും നമ്മുടെ മുമ്പിൽ നിന്നുള്ളപ്പോൾ ഹല്ലേലൂയ മാനുഷികമായ ചില ബന്ധങ്ങളുടെ മുമ്പിൽ പോകരുത്. നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട് ആരോടും പക തോന്നരുത്, ആരോടും അസൂയ തോന്നരുത്, ആരോടും വൈരാഗ്യം തോന്നരുത്. എല്ലാവരുടെയും സ്നേഹം മാത്രം. കർത്താവ് പറയുന്നേ, ശത്രുക്കളെ പോലും സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ആത്മാവ്, സന്തോഷത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ആത്മാവ്, ദീർഘക്ഷമയുടെ ആത്മാവ്, ഇന്ദ്രിയജയത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഈ ദിവസങ്ങൾ ഉപവാസത്തിരിക്കുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് സ്നേഹത്തിന്റെ ആത്മാവ് വരട്ടെ കർത്താവേ, സന്തോഷത്തിന്റെ ആത്മാവ് വരട്ടെ കർത്താവേ, സമാധാനത്തിന്റെ ആത്മാവ് വരട്ടെ കർത്താവേ, ദീർഘക്ഷമയുടെ ആത്മാവ് വരട്ടെ കർത്താവേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഹല്ലേലൂയ, ഞങ്ങളുടെ ആന്തരിക അവയവങ്ങള്, ഞങ്ങളുടേതായ ഹല്ലേലൂയ ചിന്തകൾ, ഞങ്ങളുടെ ഓർമ്മകളെ ശുദ്ധീകരിക്കുവാൻ കർത്താവേ, ഞങ്ങൾ അതിൽ വിശുദ്ധമായി ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളായിരിക്കും ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. വ്യക്തിപരമായി സ്തുതിക്കാൻ ആരംഭിക്കട്ടെ, കുടുംബങ്ങളിൽ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. നിങ്ങൾ എതിർക്കുവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കുടുംബങ്ങളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടേതായ സെക്യൂർ ആയിരിക്കുന്ന പല അനുഭവങ്ങളെ അൺസെക്യൂർഡ് ആക്കി ഹല്ലേലൂയ നന്നായി പോകുന്ന ചില അനുഭവങ്ങൾ മാറ്റി നിർത്തി ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് കടത്തിയിടുവാൻ ആഗ്രഹിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ ദിവസങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ദൈവജനം സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. കോട്ടകളെ തകർക്കുന്ന ദൈവ സാന്നിധ്യം ഹല്ലേലൂയ. എരിഹോ കോട്ടയ്ക്കകത്ത് നിന്നുകൊണ്ട് തകരുവാനല്ല ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ, നിങ്ങളൊന്നിനും അധൈര്യപ്പെടണ്ട, സ്തുതിക്കാൻ ആരംഭിക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരു ബന്ധങ്ങൾക്കും സ്ഥാനമില്ല കർത്താവ്. അതിൽ സന്തോഷവും സമാധാനവും സന്തോഷം മാത്രമായി നിൽക്കുമ്പോൾ കർത്താവ് ഈ ലോകത്തിനകത്ത് എന്നെ തകർക്കുന്ന ഏത് അന്ധകാര ശക്തിയെ തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ മുൻപോട്ട് കടന്നു വരുമെന്ന് വിശ്വാസത്തോടെ ഇരിക്കുന്ന ദൈവജനങ്ങളെ ആത്മാർത്ഥമായി പറഞ്ഞാട്ടെ, കർത്താവ് ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നാം ഒരു കാര്യം കൂടെ ഓർക്കണം, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും ചില ഫൈറ്റിങ്ങൾ ചെയ്യാൻ പോകാറുണ്ട് ചിലരൊക്കെ, അല്ലേ? നമ്മൾ ചില ഫൈറ്റിങ്ങൊക്കെ ചിലരൊക്കെ അടിക്കാൻ പോകാറുണ്ട്, ബഹളം വയ്ക്കാൻ പോകാറുണ്ട്, ചിലരൊക്കെ അങ്ങനെ പോകാറുണ്ട്. പക്ഷേ അതിനേക്കാളും ബെസ്റ്റ്, ഏറ്റവും നല്ല ഒരു മരുന്ന് എന്നാണെന്നറിയാമോ?
നമ്മുടെ ദേശങ്ങളിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മെ എന്ത് ചെയ്യും, നമ്മുടെ പിതാക്കന്മാരൊക്കെ നഷ്ടപ്പെട്ടു പോയ പലർക്കും അറിയാം, മാതാപിതാക്കൾ മാത്രം ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും, അല്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങളുടെ പരാജയം. നിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അവർക്കറിയാം, പക്ഷേ ആ വേദനയ്ക്കകത്തൊരല്പം കൂടെ വേദന, ഇത് മാത്രമാണ് ലക്ഷ്യം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ നാടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. നമുക്ക് എന്താണോ, നമുക്കൊരു പക്ഷേ പലരും ആശ്വാസമാകേണ്ടത് ആശ്വാസമാകത്തില്ല, അതിന് പകരം അത് മാത്രമല്ല വേദനകൾ നൽകും. അവിടെ എന്ത് ചെയ്യും? ദൈവജനം എന്ത് ചെയ്യും? മൗനമായിട്ടിരിക്കും, മൗനമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ദേശത്തെ ദൈവം മാനിക്കും. ഇതിനേക്കാളും വലിയൊരു മരുന്ന് അവർക്ക് വേണ്ടി ഇല്ല. ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ ബാക്കിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? തകർന്നുകൊണ്ടിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ തകരും. പൈശാചികൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകും. ഞാൻ ഓർക്കണം, ദൈവത്തിന് നമ്മെപ്പറ്റി അൾട്ടിമേറ്റ് പദ്ധതി ഉള്ളത് പോലെ തന്നെ ഈ ലോകം പിശാചിന് അധീനമാകിയാൽ ഏത് വിധേനയും തകർത്ത് കളയാൻ പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ മാനുഷികമായ കാര്യങ്ങളിലേക്ക് പോകരുത്, നാം നമ്മെ തന്നെ ശക്തിപ്പെടുത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വ്യക്തിപരമായി നാം ശക്തിപ്പെടുത്തണം. രക്ഷ വ്യക്തിപരമാണ്, അഭിഷേകം വ്യക്തിപരമാണ്, ദൈവികമായ കാഴ്ചപ്പാടുകൾ വ്യക്തിപരമാണ്. വ്യക്തിപരമായി എന്ത് ചെയ്യണം? നാം നേടണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ്, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ദൈവം സ്നേഹിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞാനത് വളരെ സന്തോഷത്തോടെ, അഹങ്കാരത്തോടെ അല്ല, സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ സഭയിൽ കുറച്ചു പേരുള്ളെങ്കിലും ദൈവം ചില വ്യക്തികളോട് ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. വ്യക്തിപരമായി ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സൂമിലൂടെ അതുപോലെ തന്നെ യൂട്യൂബിലൂടെ കേൾക്കുന്ന ദൈവജനങ്ങൾക്കും കൂടെ അനുഗ്രഹമാകാൻ പ്രാരംഭമായി, ഹല്ലേലൂയ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ വ്യക്തിപരമായി ദൈവം സംസാരിച്ച ചില സംസാരങ്ങളും ചില സാക്ഷ്യങ്ങളും ഞാൻ കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി ഷെറി സിസ്റ്റർ കടന്നു വന്നിട്ട്, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് ദൈവം വ്യക്തിപരമായി സംസാരിച്ച മേഖലകളും അപകടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തതും, പല നാളുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും, ദൈവികമായ എൻകൗണ്ടർ ഏതെങ്കിലും സമയങ്ങൾ ലഭ്യമായതും, ദൈവികമായ പ്രത്യേകമായ നിയോഗം വെളിപ്പെട്ടത്, വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, ഏതു സമയത്തായിക്കോട്ടെ ദൈവികമായ ഇടപെടൽ വെളിപ്പെട്ടതായ ചില സാക്ഷ്യങ്ങളും കൂടെ ഈ മെസ്സേജ് ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി അല്ലയോ സ്തോത്രം, ഷെറി സിസ്റ്റർ ദയവായി ഫ്രണ്ടിലേക്ക് കടന്നു വന്ന് വ്യക്തിപരമായി ദൈവം ഇടപെട്ട ചില സാഹചര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നാം എഴുത്തപ്പെടുമാറാകട്ടെ. ഫാസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിലോട്ട് വരുന്നില്ല. ഒരുപാട് കർത്താവിൻ്റെ സ്വരം കേട്ടതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് പല മേഖലകളിലും സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുന്നതിന് മുമ്പായി ദൈവം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞൊരു ദൈവിക ശബ്ദം പലപ്പോഴും പല മേഖലകളിൽ ദൈവിക സാന്നിധ്യം കേട്ടിട്ടുണ്ട്. എന്നാലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4.5 വർഷമാവുകയാണ്. ഇത് കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4.5 വർഷമാകുന്നു ഈ UK പട്ടണത്തിൽ വന്നിട്ട്. ഇവിടെ കടന്നു വരുന്നതിന് മുമ്പായി ഒരുപാട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരുന്ന സമയങ്ങളൊക്കെ ഓർക്കുന്നു. പപ്പയോടും മമ്മിയോടും ചേർന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരുപാട് 21 ദിവസവും 20 ദിവസവും ഒരുപാട് ഉപവസിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു നേഴ്സ് ആകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒരുപാട് പ്രാവശ്യം IELTS എഴുതിയൊരു വ്യക്തിയാണ്. ഒരു 8 പ്രാവശ്യത്തോളം എങ്കിലും ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെയും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായി അവരെല്ലാം UK പട്ടണത്തിൽ കടന്നു വരുമ്പോഴും ഞാൻ ആ സമയത്തെല്ലാം വിവാഹം കഴിഞ്ഞ സമയമാണ്. ഹല്ലേലൂയ. അത് ആ സമയത്തെല്ലാം ഞാൻ എനിക്ക് 1 മാർക്കിന് 1/2 മാർക്കിനൊക്കെ പോകത്തുള്ളൂ. പക്ഷെ അതാരും കേട്ടാൽ വിശ്വസിക്കത്തില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് 4 മൊഡ്യൂളുണ്ട്, അത് അപ്പിയർ ചെയ്തവർക്കറിയാം 4 മൊഡ്യൂളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ ഒരു സമയത്ത് കിട്ടാതെയാകും. അങ്ങനെ ഒരു ക്ലബ്ബ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് ഞാൻ ഒരു ടെസ്റ്റിന് സമയം ഞാൻ വിചാരിക്കുന്നു ഈ ക്ലബ്ബ് ചെയ്യാൻ പറ്റും, ഇത് ക്ലബ്ബ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാലും ആ സമയത്തൊന്നും
ഒന്ന് ക്ലബിങ് പോലും പറ്റാത്ത രീതിയിൽ ഓരോ എക്സാമിനും ഞാൻ എനിക്ക് ആ ഒരു സ്കോർ അറ്റൻഡ് ചെയ്യാതെ എൻ്റെ ഒരു ജീവിതത്തിലൊരു പ്രതീക്ഷയുടെ വഴി തുറക്കാതെ ഇങ്ങനെ മുൻപോട്ട് പോയ കാലഘട്ടങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ പ്രത്യേകിച്ച് ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനൊരു മുഖാന്തരം ഹല്ലേലൂയ ദൈവം ഒരുക്കി തന്നത്. ഉപവാസത്തിൻ്റെ സമയത്ത് ഒരു കർത്തൃദാസൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദേവദാസൻ കടന്നു വന്നു ദൈവസന്നിധിയിൽ ഒരു പ്രവചനം ഇങ്ങനെ പറയുകയുണ്ടായി. പലപ്പോഴും ചിറകടിച്ച് പറന്നുയരുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശത്രുവായവൻ ആ ചിറക് വെട്ടി താഴെ ഇടുന്നൊരവസ്ഥ. പക്ഷേ ഈ ഉപവാസം കഴിയുമ്പോൾ നിൻ്റെ ഫ്ലൈറ്റ് ഉയരും. ദേവദാസൻ ഇങ്ങനെയാണ് നമ്മൾ പ്രവചനം കേൾക്കുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് അങ്ങനെയല്ല പുള്ളി പറഞ്ഞത് നിൻ്റെ ഫ്ലൈറ്റ് ഉയരും, നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ UK പ്രദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞൊരു ദർശനം പുള്ളി ഷെയർ ചെയ്യാനിടയായി. അങ്ങനെ പുള്ളിക്കാരൻ ദൈവാത്മാവിൽ പ്രവചിച്ചതുപോലെ 2 മാസത്തിന് ശേഷം ഈ പട്ടണത്തിൽ പുള്ളി ആ ദൈവിക കർത്താവിൻ്റെ വിശുദ്ധദാസൻ കണ്ട ആ ദർശനം പോലെ ഒരു കെയർ ഹോമിലേക്ക് ഒരു വിസ ലഭിക്കുവാനും ഹല്ലേലൂയ പ്രത്യേകിച്ച് കുടുംബമായി സഹോദരങ്ങൾ ചേച്ചിയും ഞാനും ചേർന്ന് ഇവിടെ കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഇവിടെ കടന്നു വന്നിട്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. 3 വർഷക്കാലം ഹല്ലേലൂയ അവിടെ ആ കെയർ ഹോമിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ചു. പക്ഷേ 3-ാം വർഷം ഞങ്ങളുടെ വിസ തീരാൻ സമയമായപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഡയറക്ടറിനെ അപ്രോച്ച് ചെയ്തു. ആ സമയത്ത് അവർ ഞങ്ങൾക്ക് വിസ തരാം എന്ന് പറഞ്ഞുവെങ്കിലും വിസ തീരാൻ ഇനി ഒരു മാസം കൂടി ബാക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതുവരെ അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതുമില്ല. അതുമാത്രമല്ല ഞങ്ങൾ എങ്ങനെ ഈ UK പ്രദേശത്ത് ഇനിയും കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അപ്പം ഇതിൻ്റെ ഇടയിലെല്ലാം ഞങ്ങൾ നഴ്സിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് ഞങ്ങൾക്ക് ആ 3 വർഷക്കാലം എത്തുവാൻ കഴിഞ്ഞില്ല. പല സാഹചര്യങ്ങളാൽ ഞങ്ങളുടെ സ്റ്റഡീസ് ആയാലും എല്ലാം മുടങ്ങിപ്പോയി. പക്ഷേ അവിടെയെല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ ഞങ്ങളെ കാത്തു, ഞങ്ങളെ ഓർത്തു. ഹല്ലേലൂയ ലോത്തിനെ ഓർത്തതുപോലെ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ഓർത്തു, ഞങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അവരെല്ലാം ദൈവം ഓർത്തു. ഹല്ലേലൂയ പ്രത്യേകിച്ച് അങ്ങനെ ഹല്ലേലൂയ ഞങ്ങൾ ആ ഹോമിൽ ഞങ്ങൾക്ക് വിസ കിട്ടാത്ത സമയത്ത് ഞങ്ങൾ ഒരുപാട് ഈ ഇംഗ്ലണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചുവെങ്കിലും അവിടെയെങ്ങും വിസ ലഭിക്കുവാൻ ഞങ്ങൾക്ക് ഇടവന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിസയുടെ കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും അവിടുത്തെ ആ ഹോമിലെ മെയിൻ മാനേജറിനോട് സംസാരിച്ചാലും അവർ ഞങ്ങളെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ ഞങ്ങളോട് ഇടപെടുമായിരുന്നു. നിങ്ങൾ എന്നാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്, നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തോ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോ, ഇനി നിങ്ങൾക്ക് 10 ദിവസമല്ല ഉള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ആ ഒരു മാനേജറിനോട് ഒരു കാര്യം പറയാനിടയായി. ഞങ്ങളുടെ ദൈവം മിറക്കിൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവം ഹല്ലേലൂയ മിറക്കിൾ ചെയ്യുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ അത് വെളിപ്പെടും. അപ്പം പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിയേനെന്നൊരു വർത്തമാനം ഹല്ലേലൂയ മാനേജറിൻ്റെ വായിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. പക്ഷേ ഹല്ലേലൂയ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഹല്ലേലൂയ നമ്മളെ വഴിയിലിട്ടിച്ച് പോകുന്ന ദൈവമല്ല. ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി പ്രകാരം മാത്രമേ പോകത്തുള്ളൂ. ഹല്ലേലൂയ പ്രത്യേകിച്ച് മാനുഷികമായ പല കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നാലും നമ്മളെ തളർത്താൻ നോക്കിയാലും എന്നെ കേൾക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് തളരരുത്. കാരണം അവസാനം വരെയും ഹല്ലേലൂയ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം അവർ പ്രാപിക്കും. നമ്മൾ സഹിഷ്ണുതയിലൂടെ ഹല്ലേലൂയ സഹിഷ്ണുത സിദ്ധത ഉളവാക്കുന്നു. ഹല്ലേലൂയ പൗലോസ് പറയുന്നത് പോലെ നമ്മൾ സഹിഷ്ണുതയിലൂടെ കടന്നു വരണമെന്ന് ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ നമ്മളെ പല സ്ഥലത്തും ദൈവം മിണ്ടാതെയാക്കും. ഹല്ലേലൂയ പല സ്ഥലത്തും നമ്മൾ മിണ്ടാതിരിക്കുക ദൈവം നമ്മളോട് കൽപ്പിക്കും. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുമ്പോഴെല്ലാം പറയും, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ആ സമയത്തെല്ലാം എനിക്ക് കിട്ടുന്നൊരു വാക്യം അതായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഹല്ലേലൂയ ശക്തമായി ഉറച്ചു നിന്നു. അതുപോലെ ജീവിതത്തിൽ അതിനിടയിൽ തന്നെ കുറേ പ്രതിസന്ധികൾ വന്നപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് ഇടപെടുന്നൊരു വചനമാണ് യിരെമ്യാ പ്രവാചകനിലുള്ള ഒരു പുസ്തകം. എനിക്ക് അധ്യായം അറിയത്തില്ല, എന്നാലും നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ അത് നന്മയ്ക്കുള്ള പ്രത്യാശയാണ്. ഹല്ലേലൂയ ദോഷത്തിനായി ഒന്നും വരികയില്ല. ഹല്ലേലൂയ ഈ വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഉറക്കുവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ പ്രത്യേകിച്ച് ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ 10 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തിരിച്ച് പാസ്റ്റർ സമയം പോകുന്നുണ്ടോ?
പെട്ടെന്ന് എനിക്ക് തിരിച്ച് ഒരു കുഞ്ഞിൻ്റെ ഞാനങ്ങനെ അവിടെ ആ കെയർ ഹോമിൽ തന്നെ ഞങ്ങൾക്ക് വിസ ലഭിച്ചില്ല. പുള്ളി എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു, മാനേജർ എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോ കെയർ ഹോമിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അവസാനം വരെയും ഞങ്ങൾക്ക് ഒരു കെയർ ഹോം കിട്ടിയെങ്കിലും അവരും ഞങ്ങൾക്ക് ഇനി 60 ദിവസം പോലും ഞങ്ങളുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് അവർ വരെ ഞങ്ങളെ റിജക്റ്റ് ചെയ്യാനിടയായി. അവർ പറഞ്ഞു, ഹോം ഓഫീസിൽ ഞങ്ങളിപ്പോൾ വിസ ആപ്ലിക്കേഷൻ തുടങ്ങിയാലും ഹോം ഓഫീസിൽ നിങ്ങൾക്ക് ഇത്ര ദിവസമെങ്കിലും കാണിക്കണം, സോ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങളോട് അവർ അറിയിക്കുകയുണ്ടായി. അതും കൂടി കേട്ടപ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരത്തോടെ ആയിരുന്ന സമയത്ത് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയം ഞാൻ പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് കടന്നു പോകാൻ, ഡ്യൂട്ടിയിൽ നിന്ന് ഞാൻ ലീവ് ചോദിച്ചു വീട്ടിലേക്ക് കടന്നു പോകുന്ന സമയത്ത് റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, കർത്താവേ, ഇനിയിപ്പം ഇവിടെ ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങളിനി രാജ്യത്ത് നിന്ന് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ റോഡിൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്, വാവിട്ട് കരയും കൂടി ചെയ്യുകയാണ്. കാരണം നമുക്ക് ഈ റോഡിൽ കൂടി കടന്നു പോയി നമ്മൾ കരഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിരിച്ചെന്ന് പറഞ്ഞാൽ ഇവരാരും നമ്മളോട് ഒന്നും ചോദിക്കത്തില്ല. ഞാനിങ്ങനെ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ദൈവമേ ഇനി ഇങ്ങനെ എന്നോട് തന്നെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോൾ എൻ്റെ ഫോണിൽ വരുവാനിടയായി. ആ കോൾ വന്നപ്പോൾ ഞാനത് എടുത്തു, അറ്റൻഡ് ചെയ്തു. കാരണം എനിക്ക് അപ്പം ഞാൻ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അറ്റൻഡ് ചെയ്തപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതേപോലെ ഒരു ഇൻഡീഡിൽ നിങ്ങളുടെ ഒരു റെസ്യൂം ഞാൻ കണ്ടു, നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ഹോമിൽ ഡേ സീനിയറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് എനിക്ക് താല്പര്യമുണ്ടെങ്കിലും എനിക്ക് ഇനി 30 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, അപ്പം എനിക്കൊരു വിസ, നിങ്ങൾ വിസ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യം അവരോട് ഞാൻ ചോദിച്ചത്, ഞങ്ങൾക്ക് ഇനി 30 ദിവസം കൂടിയേ ഉള്ളൂ ബാക്കി, 30 ഇല്ല 10 ദിവസം കൂടിയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. 10 ദിവസം കൂടിയേ ഉള്ളൂ, അപ്പം ഇത്രയും ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്പോൺസർഷിപ്പ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് 27 മാർച്ചിലാണ് എന്നെ പുള്ളിക്കാരി വിളിക്കുന്നത്. പുള്ളിക്കാരി എന്നോട് പറയുന്നത്, കാരണം ഏപ്രിൽ 10 എൻ്റെ വിസ തീരും. അപ്പം പുള്ളിക്കാരി എന്നോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തായാലും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും, ഞാൻ ഏപ്രിൽ 1 നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ബുക്ക് ചെയ്യാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് തരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു എന്തോ ഒരു സന്തോഷമാണോ വന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ആ ഫോൺ വെച്ച ഉടനെ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. ഞാൻ ദൈവത്തെ ഒരുപാട് സ്തുതിച്ചു. ഞാൻ പറഞ്ഞു, ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളൊരു സത്യം ദൈവം ഇന്ന് കാലം എന്നെ കാണിച്ചു തന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി മഹിമയ്ക്കായി സ്തോത്രം ചെയ്ത് ഞാൻ എൻ്റെ പിതാവിനെ മാതാവിനെ വിളിക്കാനിടയായി. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. മമ്മി, വലിയ മമ്മി, അവരെല്ലാം ഇങ്ങനെ ഒരു വലിയൊരു ഗാദറിങ്ങിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവർ കേട്ടപ്പോൾ തന്നെ അവർ അധികം ദൈവത്തെ സ്തുതിക്കുവാനിടയായി. അവർ ദൈവത്തിൻ്റെ ആ ഒരു മഹിമയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ചേച്ചിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. കാരണം ഞാൻ അവരോട് എങ്ങനെ ഒരു വിസ ചോദിക്കും, കാരണം ചേച്ചിയും ഉണ്ട് എൻ്റെ കൂടെ. ചേച്ചി ഇതേപോലെ വിസയുടെ കാര്യത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം പിറ്റേ ദിവസം ചേച്ചി രാവിലെ വീട്ടിൽ വരുവാനിടയായപ്പോൾ ഞാൻ ഇതേപോലെ പറഞ്ഞു, ചേച്ചി ഇതേപോലെ ഒരു വിസയുണ്ട്, അവർ ഫാസ്റ്റ് ട്രാക്കായിട്ട് അവർ നമുക്ക് വിസ സ്പോൺസർഷിപ്പ് എല്ലാം തരുമെന്ന് പറയാനിടയായി. അപ്പോൾ നമുക്ക് ചേച്ചി അവരെ ഒന്ന് വിളിച്ച് ചോദിക്കാമോ, ഞാൻ നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഏത് ഹോമാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു മീറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഹോമാണ്. ചേച്ചി പറഞ്ഞു, അവരെന്നെ വിളിച്ചെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ചേച്ചിയുടെ കോൾ ഹിസ്റ്ററി നോക്കിയപ്പോൾ അവർ ചേച്ചിക്ക് മെയിൽ അയച്ചേക്കുന്നതും അവർ വിളിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് തന്നെ ആ നമ്പറിലേക്ക് വിളിക്കുവാനും അവരപ്പോൾ തന്നെ നൈറ്റ് സീനിയറായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും അത് സ്പോൺസർഷിപ്പ് ലഭിക്കുവാനിടയായി. ചേച്ചിക്ക് അപ്പം തന്നെ അവർ സ്പോൺസർഷിപ്പ് ഓഫർ ലെറ്റർ എല്ലാം അയച്ചു, COS എല്ലാം അയച്ചു. ഹല്ലേലൂയ, ദൈവിക പ്രവൃത്തി ഓർത്തി വിശ്വസിക്കുന്നു. അങ്ങനെ ഏപ്രിൽ 10 എന്നുള്ളൊരു ദിവസം ഇവിടുന്ന് കടന്നു പോകുവാൻ ശത്രുവായുവിൻ പദ്ധതി ഇട്ടെങ്കിലും ഏപ്രിൽ 10 രാവിലെ ഹല്ലേലൂയ എനിക്കൊരു പുതിയ വിസ, ഹല്ലേലൂയ എക്സ്റ്റെൻഡ് ചെയ്തൊരു വിസ എൻ്റെ കരങ്ങളിൽ തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ശക്തീകരിച്ചു. ഹല്ലേലൂയ, അങ്ങനെ ഒരു വലിയൊരു ദൈവിക സാക്ഷ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ, എനിക്കും എൻ്റെ സിസ്റ്റർ ലോയി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ചേച്ചിക്കും ഈ ഒരു സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സാക്ഷ്യമായിരിക്കും. ഹല്ലേലൂയ, എനിക്ക് ഈ സാക്ഷ്യത്തിൽ കൂടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഹല്ലേലൂയ, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കും, ഹല്ലേലൂയ ഇതെന്ത് താമസിക്കുന്നു, ഇതെൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് താമസിക്കുന്നു, എനിക്ക് ഇനി മറുപടി ലഭിക്കുവാൻ ഇനിയും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മണ്ഡലങ്ങളിലായിരിക്കും ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. അത് ചിലപ്പോൾ പല വ്യക്തികളിൽ കൂടി ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, പല ഇടങ്ങളിൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ,
ഒന്നാമനാക്കി നിന്നെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്റെ പേപ്പർ ഒന്നാമത് വരുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിനക്ക് ആ ജോലി തരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹല്ലേലൂയ ആരുടെ ഹല്ലേലൂയ ഫയൽ എടുത്തില്ലെങ്കിലും നിന്റെ ഫയൽ അവിടെ എടുപ്പിക്കുവാൻ ദൈവത്തിന്റെ കാര്യം അതിന്മേൽ ചലിക്കും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം അതിന്മേൽ ഇടപെടും. ഹല്ലേലൂയ, യോസഫിന് വേണ്ടി ഇടപെട്ടതുപോലെ ഞാൻ ഇവിടെ മെസ്സേജ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഹല്ലേലൂയ, പാനപാത്രവാഹകൻ യോസഫിനെ മറന്നുപോയി, അത് ദൈവിക പദ്ധതി തന്നെയാണ്. പക്ഷേ യോസഫിനെ ഓർക്കേണ്ട ഒരു സമയം ഹല്ലേലൂയ ദൈവം അവന് കൊടുത്തിരുന്നു. ഹല്ലേലൂയ, യോസഫിനെ എന്ന് ഓർക്കണം, ഏത് സമയത്ത് ഓർക്കണം, എങ്കിലേ അവന് രണ്ടാമത് ഹല്ലേലൂയ ആ മിസ്രൈമിലെ രണ്ടാമത്തെ ഫറവോന്റെ രണ്ടാമത്തെ മന്ത്രിയായി നിയമിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് ഒരു ദിവസം അവന് വേണ്ടി ഇട്ടിരുന്നു. ഹല്ലേലൂയ, ആ ദിവസം തന്നെ എക്സാക്റ്റ് ഡേയിൽ തന്നെ പാനപാത്രവാഹകൻ യോസഫിനെ ഓർത്തു. ഹല്ലേലൂയ, അവിടെയെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യം, യോസഫിന്റെ കൂടെ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. ഹല്ലേലൂയ, അതുപോലെയാണ് എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം, ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ആ തക്ക സമയത്ത് ഹല്ലേലൂയ നിന്നപാത്രമായി മാറാതെ വണ്ണം, ഹല്ലേലൂയ ലജ്ജിതയായി മാറാതെ വണ്ണം, ഹല്ലേലൂയ ആ തക്ക സമയത്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ളൊരു ദൈവത്തിന്റെ വാക്തത്വം പറയുന്നത് പോലെ ഹല്ലേലൂയ ആ ഒരു മന്ന കരങ്ങളിൽ ലഭിക്കുവാനിടയായി. ഹല്ലേലൂയ, ഇവിടെ കടന്നു വന്ന് ഇത്രത്തോളം ആയിരുന്നു നല്ലൊരു സഭ. ഹല്ലേലൂയ, പ്രിയ ദേവദാസൻ ഹല്ലേലൂയ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനാണ്. ഹല്ലേലൂയ, വളരെ ഹല്ലേലൂയ വിശ്വസ്തയോടെ ഹല്ലേലൂയ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃദാസൻ. ഹല്ലേലൂയ, പ്രിയ ദേവദാസന്റെ കൂടെ ഹല്ലേലൂയ ഇവിടെ സഭയിൽ കടന്നു വരുവാനും ഹല്ലേലൂയ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുവാനും എല്ലാം ഹല്ലേലൂയ അവസരങ്ങളെ ദൈവം തന്നു. ഇത്രത്തോളം നടത്തുന്ന ആ ദൈവത്തിന് സകലമാന മഹത്വവും ഹല്ലേലൂയ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഇവിടെ വന്നതിന് ശേഷവും ഹല്ലേലൂയ ഞാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് എൻ്റെ കോളേജിൻ്റെ ടൈമിലൊക്കെയും ഞാൻ ഒരുപാട് ദൈവസന്നിധിയിൽ അനേകം സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ, ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരായാലും എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. ഹല്ലേലൂയ, അങ്ങനെ ഒരു ദൈവിക ഇടപെടലിലൂടെ കടന്നു വന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ കഴിഞ്ഞ 3 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീകമായ കാര്യങ്ങളിൽ ഞാൻ വളരെ പിൻപോട്ടായിരുന്നു. ഹല്ലേലൂയ, പലപ്പോഴും ഹല്ലേലൂയ ദേവദാസന്മാർ ഹല്ലേലൂയ ആലോചന പറഞ്ഞാലും ഹല്ലേലൂയ പലപ്പോഴും ദൈവിക സന്നിധിയിൽ മുൻപോട്ട് കയറി വരാൻ പറ്റാത്ത രീതിയിൽ ഹല്ലേലൂയ ഞാൻ ഒരുപാട് ഹല്ലേലൂയ ദൈവിക സന്നിധിയിൽ പിൻപോട്ട് പോയി. എനിക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അത് പറയുന്നതിന് ഒരു ലജ്ജയില്ല. ഹല്ലേലൂയ, കാരണം ഒരുപാട് ദൈവസന്നിധിയിൽ പിൻപോട്ട് പോയ അവസരങ്ങൾ ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇവിടെ കടന്നു വന്നതിന് ശേഷം ആത്മീകമായി ഒരുപാട് മുൻപോട്ട് വരുവാനും ഹല്ലേലൂയ കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുദപിക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, വീണ്ടും ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ശിംശോനെ പോലെ ദൈവമേ വീണ്ടും എന്നോടൊന്ന് ഇടപെടണമേ, ഹല്ലേലൂയ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പല രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ തന്നു. അതും പ്രകാരം കർത്താവിൻ്റെ വചനമില്ലാത്ത ഹല്ലേലൂയ സ്വയംസ്വരം കേൾക്കുവാനും ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന താലന്തുകൾ ഈ ദിവസങ്ങളിൽ വ്യാപാരം ചെയ്യുവാനും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, വീണ്ടും ഹല്ലേലൂയ അതിനെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ദേവദാസനാണ്. ഹല്ലേലൂയ, ദേവദാസന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കുടുംബമായി ദൈവം ചിന്തിക്കുന്ന പദ്ധതി പ്രകാരം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദിവസം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ വിഷമങ്ങളും ഘട്ടങ്ങളിലും എല്ലാം ഹല്ലേലൂയ ഒരു വലിയൊരു ഹല്ലേലൂയ പ്രസൻസ് ഹല്ലേലൂയ എനിക്ക് എൻ്റെ ഭവനത്തിലുള്ളവകളിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പല വിഷയങ്ങളുടെ മണ്ഡലങ്ങളിലായാലും ഇതെങ്ങനെയാകും കർത്താവേ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വചനങ്ങളിലൂടെ ഇടപെടുന്നത് എൻ്റെ കാതിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, എൻ്റെ പപ്പായും മമ്മി ആയാലും അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ അവർ വിളിക്കുമ്പോഴും വിഷമം പറയുമ്പോഴും ഞാൻ പപ്പായോടും മമ്മിയോടും അങ്ങോട്ട് അവരെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒന്ന് മാത്രമാണ്. എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഈ കൃപ നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, ഈ കൃപ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. കഴിഞ്ഞ ആളുകളെ പോലെ ഹല്ലേലൂയ സ്ഥലത്ത് നഷ്ടപ്പെടുത്തി ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുവാനുള്ള ദിവസങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അധികം മുൻപോട്ട് കടന്നു വരുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കണം. ഹല്ലേലൂയ, ഇനിയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കുടുംബമായ ദൈവം ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുവാണ് ദൈവം ഞങ്ങളെ സഹായിക്കണം. അതുമാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസനെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു സാക്ഷ്യത്തിൽ നിന്നിരുന്നു കൊള്ളുന്നു. ആമേൻ, സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ജീവിക്കുന്ന സാക്ഷ്യത്തെ ഓർത്ത് സ്തോത്രം. ഞാൻ എന്നും നമ്മൾ ദൈവവചനം മാത്രം കേൾക്കുകയാണല്ലോ, ജീവിക്കുന്ന സാക്ഷികളും കൂടെ കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് പകൽക്ക്. പ്രത്യേകിച്ച് ഇത് പലയിടങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന പലരുമുണ്ട്. പ്രത്യേകിച്ച് UK ആയിരിക്കുന്ന ഒരുപാട് പേർ ഇപ്പോൾ വളരെ പ്രയാസത്തിലായിരിക്കുന്ന ഘട്ടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകിച്ച് പല സ്റ്റുഡൻസുകൾക്കും പലർക്കും വിസയില്ലാതെ ഭാരപ്പെടുന്നു. നമുക്കറിയാമല്ലോ, മിനിമം 90 ദിവസമെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ ആർക്കും ഒരു ജോലി കൊടുക്കുന്നില്ല. ഒരു വല്ലാതെ കഷ്ടപ്പെടുത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ കൂടെയും പലരുമുണ്ടല്ലോ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കേൾക്കുന്ന നിങ്ങളോട് പറയുവാനുള്ള സഹോദരി പറഞ്ഞൊരു ദൂത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്നറിയത്തില്ല. 10 ദിവസം മാത്രമേ അവർക്ക് നാട്ടിൽ പോകുവാൻ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ അവരുടെ വിസ തീരുന്ന സമയം 10 ദിവസം.
അല്പം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം ഓഫീസിൽ നിന്നും അവിടെ നിന്ന് വരും, നിങ്ങൾ ദയവായി നിങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു പോകണം, അല്ലെങ്കിൽ വേറെ വിസ നോക്കണം. എന്നാൽ ആ സമയത്തൊന്നും ഒരു സാധ്യതയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 2024 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ആ കാലഘട്ടം നിങ്ങൾ യൂട്യൂബിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുക. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വല്ലാണ്ടൊരു കാലഘട്ടം, വല്ലാത്തൊരു പ്രശ്നമുള്ള സാഹചര്യം. എന്നെങ്കിലും കർത്താവ് ചുരുങ്ങിയ ദിവസങ്ങൾ 2-3 ദിവസങ്ങൾ കൊണ്ട് COS കൈമാറ്റം ചെയ്യത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ദൈവം ഇന്നും ജീവിക്കും ദൈവമാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തിപരമായി എന്നോട് ഉൾപ്പെടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാനിടയായിട്ടുണ്ട് സഹോദരിയിലൂടെ. അത് മാത്രമല്ല, സഭയിലും സഭയ്ക്ക് വേണ്ടിയുള്ള ആലോചനകൾ കൈമാറുവാൻ ദൈവം സഹായം. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ എൻകൗണ്ടർ ജീവിതത്തിനകത്ത് ഒരുപാട് മേഖല അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ തൻ്റെ മുമ്പിലുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവം ആരുടെ മുമ്പ് ലജ്ജിക്കപ്പെടാതുവാൻ ദൈവം അനുവദിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞിലേ മുതൽ ചിലരുടെയൊക്കെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെടുമ്പോഴും തകർന്നു പോയ സാഹചര്യമുണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യണമെന്നറിഞ്ഞാൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു നിലനിർത്തിയ ദൈവമുണ്ട്. ആ ദിവസത്തിന് ആ ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ് ഞാൻ അല്പനേരം ചിന്തിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് പ്രിയപ്പെട്ടതായ ലിസ സിസ്റ്ററുടേതായ ചില സാക്ഷ്യം കൂടെ കേൾക്കാം. പ്രത്യേകിച്ച് കുഞ്ഞു മുതലേ അനുഭവിച്ച ചില വിഷയങ്ങളും ദൈവം എത്രത്തോളം നടത്തിയെന്നും, അതുമാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, ഈ ഇടകാലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൈവികമായി ഇടപെടലെ കാണുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെല്ലാം കഴിയുമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. எனக்காக யாவையும் செய்பவரே, செய்து முடிப்பவரே, எனக்காக யாவையும் செய்பவரே, செய்து முடிப்பவரே, என் பாரங்கள் என் சுமைகள், என் பாரங்கள் என் சுமைகள் பாதத்தில் இறக்கி வைத்தேன், உன் பாதத்தில் இறக்கி வைத்தேன். உம்மோடு இருப்பதுதான் உள்ளத்தின் வாஞ்சையா, உம் சித்தம் செய்வதுதான் என் இதயத்தின் ஏக்கமையா. ஏசையா உம்மைத்தானே என் முன்னே நிறுத்தியுள்ளேன். ஏசையா உம்மைத்தானே என் முன்னே നിറുത്തിയുള്ളേൻ. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ ഇപ്പോൾ ഒരു സാക്ഷ്യം നിൽപ്പാൻ ദൈവം കൊടുത്ത ഈ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്തില്ല പാസ്റ്റർ ഇങ്ങനെ സാക്ഷി പറയാൻ വിളിക്കുമെന്ന്. എന്നാലും ദൈവം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അതിലിരുന്ന് പിന്നിലോട്ട് വരാതെ ദൈവം ചെയ്ത നന്മകളെ ദൈവത്തിന് മുമ്പാകെയും ദൈവമക്കൾക്ക് മുമ്പാകെ ഒരു സാക്ഷി പറയുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജനനം മുതൽ ഇന്ന നിമിഷം വരെ ദൈവം എന്നെ നടത്തി വന്ന കൃപകൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഒരു 8 വയസ്സിൽ തന്നെ എൻ്റെ പപ്പ ഈ ലോകത്ത് വിട്ട് മാറ്റപ്പെടുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ ആ നിമിഷം തൊട്ട് ഇന്ന നിമിഷം വരെ ഈ ലോകത്തിലൊരു അപ്പനിരുന്ന് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്ത ഓരോരോ കൃപകളെ ഓർക്കുമ്പോൾ, ഓരോരോ വഴികളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഷെറിൻ പറഞ്ഞതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് പല സമയങ്ങളും പിൻപോട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് പറയാൻ ഒരു ലജ്ജയും ഇല്ല ഈ സമയത്ത്. കാരണം ദൈവമുള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമാണ്. എരിയുന്ന തീജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകൊണ്ട് നമ്മളെ നോക്കുന്നതാണ്.
ഈ ഒരു സമയത്ത് പലപ്പോഴും പിന്നിൽ വന്നാലും ദൈവം സംടൈംസ് ലൈക്ക് ഞാൻ അൺഫെയ്ത്ത്ഫുള്ളായിട്ടിരുന്നാലും ദൈവം എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായി മുമ്പിൽ വന്ന് നിന്നു. കരയുന്ന ഒരു മാതാവ് എൻ്റെ കൂടെ, സഹോദരന്മാരെൻ്റെ കൂടെ ഇരുന്ന് എന്നെ പലപ്പോഴും ബലപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അത് കുഞ്ഞു പ്രായത്തിൽ തൊട്ട് തന്നെ പല വിഷയങ്ങളും, ഒരു സ്കൂൾ അഡ്മിഷനിലാണെങ്കിലും ഒരു കോളേജ് അഡ്മിഷനിലാണെങ്കിലും എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ അവരെ ഫാദർ പോയി അഡ്മിഷൻ മേടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പുറകിൽ നിൽക്കുമായിരുന്നു. ഞാൻ അപ്പോൾ ഓർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുമ്പേ പോയി ചെയ്യത്തില്ലായിരുന്നോ, എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യത്തില്ലായിരുന്നോ എന്ന്. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി മുമ്പ് തന്നെ അതൊരു വഴി ഒരുക്കി തന്നു. 10ാം ക്ലാസ് വരെ ഞാനൊരു കോമൺ സ്കൂളിൽ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞിട്ട് എനിക്ക് +1 +2 വേറൊരു സ്കൂളിലോട്ട് പോകണമായിരുന്നു. അതിന് ഒരു വലിയൊരു സ്കൂളിൽ അഡ്മിഷൻ എല്ലാവരും പോയി ഫസ്റ്റ് പോയി അഡ്മിഷൻ്റെ പേപ്പറൊക്കെ മേടിച്ചു. എനിക്ക് മാത്രം ഇല്ലായിരുന്നു. ഞാനും അമ്മയും, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആ സ്ഥലം വരെ പോയപ്പം അവിടെ ഭയങ്കര വലിയ ക്യൂവിൽ ഓരോരോ മരത്തിൻ്റെ അടിയിൽ ഓരോരോ ക്യൂ ഇട്ട് ടീച്ചർമാരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഞാനും മമ്മിയും അവിടെ നിൽക്കുമ്പോൾ പറയുന്നു, മമ്മി ഇവിടെ കിട്ടത്തില്ല എന്ന് തോന്നുന്നു, മമ്മി അഡ്മിഷൻ്റെ പേപ്പറൊക്കെ തീരും, എനിക്ക് കിട്ടത്തില്ല, എനിക്ക് ബയോളജി ക്ലാസ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളൊരു മരത്തിൻ്റെ അടിയിലിരുന്നപ്പം ഞങ്ങളിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടീച്ചർ അവിടെ പെട്ടെന്ന് ടേബിളും ഒരു ചെയറും ഇട്ടിട്ട് പറഞ്ഞു, അഡ്മിഷന് വേണ്ടി നിൽക്കുവാണോ, പെട്ടെന്ന് വാ, ഞാൻ സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂവിൽ നിന്നില്ല, ഒന്നിനും നിൽക്കാതെ ദൈവം അന്നേരം തന്നെ ആ അഡ്മിഷൻ തന്ന് അവിടെ സക്സസ് ആയിട്ട് പഠിക്കുവാനിടയാക്കി. അതേപോലെ കോളേജ് സമയത്താണെങ്കിൽ പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം എനിക്ക് അഡ്മിഷൻ തന്ന് എന്നെ പഠിപ്പിച്ച് ഇത്രത്തോളം നിർത്തി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷെറിൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നു ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങളെ ദൈവം നടത്തുന്ന ഓരോരോ വഴികളെ ഓർക്കുമ്പോൾ അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയ്ക്കും ദൈവം അത്ഭുതമായും അതിശയകരമായും ഞങ്ങളെ വഴി നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് മുമ്പോട്ട് ദൈവസന്നിധിയിൽ വരും, ചിലപ്പം മുമ്പിലിട്ട് പോകും. മുമ്പിൽ ഇങ്ങനെ ഒരു മുന്നും പിന്നുമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സമയം, ഒരു ജീവിതങ്ങളൊക്കെ എൻ്റെ മുമ്പാകമുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ദൈവം എന്നെ പേഴ്സണലി എൻകൗണ്ടർ ചെയ്ത ദിവസങ്ങളുണ്ട്. അത് ഈ സമയത്ത് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ആത്മീയമായുള്ള ഒരു വോറാണ്. ഞാനിവിടെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു തീജ്വാല പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രി ഒരിച്ചിരി പോലും ഉറങ്ങിയിട്ടില്ല. ഈ ബൈബിളിനെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ കിടന്നത്. കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എന്ത് പറയും? ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ എത്രത്തോളം വിശ്വസിക്കും, ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഫസ്റ്റ് എൻകൗണ്ടർ എന്ന് പറയുന്നത്, ഞാൻ മുറിയിൽ കിടന്നുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഞാൻ ഉറക്കത്തിലിരുന്ന് എഴുന്നേച്ചു. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടക്കുമായിരുന്നു. എന്നെ ആരോണ്ട് തട്ടി എഴുന്നേച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഇതെന്തുവാ ഇത്, എനിക്ക് ഉറങ്ങണം, എനിക്ക് നൈറ്റിന് പോകണം. ഞാൻ വീണ്ടും തിരിഞ്ഞു കടന്നു. പിന്നെ മൊബൈലെടുത്തു. വീണ്ടും എനിക്ക് സ്വസ്ഥത തരാതെ എഴുന്നേച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ ഉള്ളിനകത്തിരുന്ന ഒരു ശബ്ദം. എനിക്കറിയത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ഒന്നും എൻ്റെ മുമ്പിലില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ എഴുന്നേച്ചിരുന്നു. എന്നെ ആരാണ്ട് എഴുന്നേപ്പിച്ചിരുത്തിയതുപോലെ ഞാൻ എഴുന്നേച്ചിരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല ഞാൻ എന്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം. ഞാൻ കരഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു, അപ്പ ഞാനിപ്പോൾ ഒരു ഒഴിഞ്ഞ പാത്രമായിട്ടാണ് അപ്പ നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഉള്ളിലിരുന്ന് ഒരു പ്രത്യേകമായ ഒരു ശബ്ദം കേൾക്കുവാൻ ഞാൻ ഇടയായി. ഇങ്ങനെയാണ് പറഞ്ഞത്, കാനാവിലെ കല്യാണത്തിൽ ദൈവം നിറഞ്ഞ പാത്രത്തിലല്ല അത്ഭുതം ചെയ്ത്, അവിടെ ഇരുന്ന് ഒഴിഞ്ഞ കൽപാത്രത്തെ എടുത്ത് ദൈവം നിറച്ചാണ് ദൈവം അത്ഭുതം ചെയ്തത്. എനിക്കത് കേട്ട് കഴിഞ്ഞിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ കരയുന്ന മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സംശയം, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണോ? അല്ല, ദൈവത്തിൻ്റെ ശബ്ദം ഇടിമുഴക്കത്തോട് ഗംഭീരനാദത്തോടായിരിക്കും ദൈവത്തിൻ്റെ ശബ്ദം എന്നാണ് എൻ്റെ മനസ്സിലെ ഫീലിങ്സ് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. അന്ന് തന്നെ വൈകിട്ട് പാസ്റ്ററെ വിളിക്കുവാൻ, ജോലിയുടെ സമയത്ത് തന്നെ വിളിക്കുവാൻ എന്നെ ഇടയാക്കി. അപ്പോൾ പാസ്റ്റർ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് വ്യാഖ്യാനിപ്പോൾ ഇടയാക്കി. അതിലിരുന്ന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പുതിയതായിട്ട് ദൈവം ആ ഫില്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ പുതിയൊരു റെൻറ്റഡ് ഹൗസ് എടുക്കണമായിരുന്നു. ആ കാര്യത്തിനെല്ലാം ഒരു തടസ്സം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവം ക്ലിയറായിട്ട് മുമ്പോട്ട് പോയി. ആ സമയങ്ങളെല്ലാം ദൈവദാസനെ എൻ്റെ കൂടെ ഇരുന്ന്, ദൈവമക്കൾ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, ഈ സമയത്ത് ഷെറിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കാരണം ആ ഡ്യൂട്ടിയുടെ സമയത്ത് പ്രത്യേകമായി ഈ ഒരു ആത്മീയ ഭാരം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു,
ഷെറിനെ നമ്മൾ പ്രാർത്ഥിക്കാം. ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ മാറി വന്നിട്ട് ഞാനും ഷെറിനും കുറേ നേരം ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം പല വിഷയത്തിന് മേളൊക്കെ വിടുതൽ നൽകിയതുപോലെ തന്നെ, ആൻസർ കൊടുത്തതുപോലെ തന്നെ പടപടേന്ന് ആ വീടിൻ്റെ കാര്യമെല്ലാം ലഭിപ്പാൻ ദൈവം സഹായിച്ചു. മുമ്പോട്ട് ഒരു വഴികളും ഇല്ലാത്ത സമയത്തിൽ ദൈവം ക്ലിയർ ആക്കി കൊടുത്ത പോലെ ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ ആ പുതിയ വീട്ടിൽ കിടന്നപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ച് കിടന്നപ്പം എൻ്റെ സ്വപ്നത്തിൽ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചതുപോലെ ജോൺ 3:2 എന്ന് അങ്ങനെ എഴുതി വെച്ചതുപോലെ ഞാനത് എനിക്ക് ഈ സമയത്ത് അതൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജോൺ 3:2 and 3 as well. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ മൃതനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. ഞാൻ ഈ വചനം ഞാൻ വീണ്ടും പാസ്റ്ററോട് ചോദിച്ചപ്പം പാസ്റ്റർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ വ്യാഖ്യാനിക്കാൻ ദൈവം ഇടയാക്കി ത്രൂ പാസ്റ്റർ. അപ്പം ഞാനിതിൽ വീണ്ടും എനിക്ക് ഭയങ്കര സംശയം. അപ്പം പാസ്റ്റർ വീണ്ടും, സിസ്റ്റർ സംശയിക്കില്ല, ദൈവം ഇത് തരുന്നതാണ്, ദൈവം എന്തോ സിസ്റ്ററോട് പറയാൻ ആഗ്രഹിക്കുന്നു, അത് സിസ്റ്റർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം അതിൽ വചനത്തിൽ ക്ലിയറായിട്ട് യേശു പറയുന്നു, വെരിലി വെരിലി, നിങ്ങൾ വന്നിട്ട് ഒരു കുഞ്ഞിനെ പോലും മടങ്ങി വന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ വായിക്കാമോ? ദ ലാസ്റ്റ് വൺ, വിത്ത് വാട്ടർ ആൻഡ് ദ സ്പിരിറ്റ്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പം ഞാൻ അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ദൈവസന്നിധിയിൽ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനിടയായി. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ഈ റീസെൻ്റ്ലി മിനിഞ്ഞാന്ന് എനിക്ക് പേഴ്സണലി എൻകൗണ്ടർ ആയ ഒരു കാര്യമാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ അവരുടെ ചെരുപ്പിൻ്റെ വാർ അഴിപ്പാൻ പോലും യോഗ്യതയില്ല എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ സംഭവം ഇപ്പം എനിക്ക് പറയാൻ പോലും യോഗ്യതയുണ്ടോ യേശുപ്പച്ചാന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഈ വെള്ളത്തിനെ കുറിച്ച് കാനാവിലെ കല്യാണത്തിൻ്റെ കാര്യം ദൈവം എന്നോട് ഓൾറെഡി ഇടപെട്ടു. രണ്ടാമത് വിത്ത് സ്പിരിറ്റിൻ്റെ കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പിരിറ്റിൻ്റെ കാര്യം എന്തുവാണെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. എന്നാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ അന്യഭാഷയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നത് ഒരു കാര്യമാണ്, ദ വാർ. എൻ്റെ കർത്താവേ, എന്താണ് വാർ? എനിക്കറിയത്തില്ല. ഞാൻ തന്നെ പറയുവാണ് വീണ്ടും, ദ വാർ. അന്യഭാഷയിൽ തന്നെ നിറഞ്ഞ് പറയാം, ദ വാർ. വാട്ട് ഇസ് വാർ? കർത്താവേ, എന്താണ് വാർ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ദൈവസന്നിധിയിൽ. ഒരു രാജാവ് തൻ യുദ്ധത്തിലയക്കുമ്പോൾ ആ പടവീരന് അവൻ്റെ ശാരീരമായും അവനെ സ്പിരിച്വലി അവനെ എല്ലാത്തിനും അവനെ ക്രമീകരിക്കും. ദർ ഇസ് എ റൂൾസ് ഫോർ ദ വാർ. ഓരോരോ റൂൾസ് ഉണ്ട്. എങ്ങനെയാണ് ആ സോൾജേഴ്സിനെ തയ്യാറാക്കണമെന്ന് ആ രാജാവിനെ അറിയാം. എങ്ങനെയാണ് ആ പടവീരന്മാരെ യുദ്ധത്തിൽ അയക്കുന്നതെന്ന് രാജാവിനെ അറിയാം. വാട്ട് അബൌട്ട് യു? Are you prepared with your flesh and spirit? നിന്റെ ഫ്ലഷും നിന്റെ സ്പിരിറ്റും തമ്മിൽ നീ വേദനിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ദൈവം വരുന്നത് രണ്ടാം വരവ്. ഇറ്റ്സ് ലൈക്ക് എ വാർ. അതിന് നീ നിന്റെ സ്പിരിറ്റിനെ പ്രിപ്പയർ ചെയ്യണം. വേൾഡ്ലി ഫൈറ്റ് ഇസ് ഡിഫറെൻറ്റ്, സ്പിരിച്വൽ ഫൈറ്റ് ഇസ് ഡിഫറെൻറ്റ്. വേൾഡ്ലി ഫൈറ്റ് എന്ന് പറയുന്നത്, വാർ എന്ന് പറയുന്നത് അക്വയറിങ് അല്ലെങ്കിൽ ക്യാപ്ചറിങ് ദ
സിറ്റി, ക്യാപ്ചറിങ് ദ കൺട്രി. പക്ഷേ സ്പിരിച്വൽ വാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻവിസിബിൾ ബാറ്റിലാണ്. ഇൻവിസിബിൾ ബാറ്റിലാണ്. ആ ഇൻവിസിബിൾ ബാറ്റിൽ നീ ജയിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇൻവിസിബിൾ ബാറ്റിൽ എന്ന് പറയുന്നത് നിന്റെ ഫ്ലഷിനെയും നിന്റെ സ്പിരിറ്റിനെയും തമ്മിൽ വേർതിരിച്ച് കാണണം. ഞെരുങ്ങിയ പാത എന്ന് പറയുന്നത്, അപ്പോൾ ഹല്ലേലൂയ, ഞെരുങ്ങിയ പാത എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ കിട്ടിയതെല്ലാം ഉപേക്ഷിച്ച് നഷ്ടപ്പെടുത്തി പോകുന്നതല്ല. അത് ദൈവം പറഞ്ഞത് അത് ചെയ്യണം. പക്ഷെ ഞെരുങ്ങിയ പാത എന്ന് പറയുന്നത് നിന്റെ എമോഷണൽ, നിൻ്റെതായ ഫീലിങ്സ്, നിൻ്റെതായ ഫ്ലഷിനോട് തോന്നുന്ന എല്ലാവിധ കാര്യങ്ങളും അപ്പാ ഹല്ലേലൂയ അത് വിട്ട് വേർതിരിച്ച് നീ എപ്പോൾ സ്പിരിച്വലി വരുന്നു അപ്പോഴേ ഹല്ലേലൂയ സെക്കൻഡ് വരവിന് വേണ്ടി ദൈവത്തിൻ്റെ രണ്ടാം വരവിൽ നിന്നെ എടുക്കപ്പെടും എന്ന ഒരു ഉള്ളിൽ നിന്നൊരു ശബ്ദം എനിക്കത് വെളിപ്പെടുവാൻ ദൈവയുടെയാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. എഫെസ്യസ് 6:12 എനിക്ക് വേണ്ടി അത് വായിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് പാസ്റ്റർ ആ വചനം തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവേൻ. ആമേൻ. ഇതിൽ ജഡത്തോട് അല്ല നമ്മുടെ പോരാട്ടം, ജഡരക്തത്തിലോടല്ല പോരാട്ടം. എന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ വ്യക്തിപരമായി എന്താ പറയുക, ഒരു ജഡത്തിനോട് നമ്മളെപ്പോലത്തെ ഒരു ഫ്ലഷിനോടല്ല നമുക്ക് പോരാട്ടം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്പിരിറ്റും ഫ്ലഷിനോടും ആദ്യം ഈ പോരാട്ടത്തിൽ ജയിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വാഴ്ചകളും അധികാരത്തോടും നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ആമർ ഓഫ് ഗോഡ്, ആ ആമർ ഓഫ് തിങ് നമുക്ക് ധരിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ നമുക്ക് സർവായുധങ്ങളെ ധരിക്കണം. എന്നാൽ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സോൾ അതിന് പ്രിപ്പയർ ആയിരിക്കണം. അതിൽ പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ തോറ്റുപോകും. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിറ്റ് നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം, അതിനാണ് കർത്താവ് വീണ്ടും പറഞ്ഞത്, റിപ്പന്റ് യുവർ സെൽഫ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ദൈവത്തിൻ്റെ വരവ് അതിസമീപമായിരിക്കുന്നു. എൻഡ് ടൈംസ് ആർ ഹിയർ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വരവ് സമീപമായി ഇരിക്കുന്നു. റിപ്പന്റ് യുവർ സെൽഫ്, സെപ്പറേറ്റ് യുവർ ഫ്ലഷ് ആൻഡ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഫ്ലഷിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കരുത്, നിങ്ങളുടെ സ്പിരിറ്റിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കണം. നിങ്ങൾ ഫ്ലഷിന് വേണ്ടി എന്തൊക്കെയാണെങ്കിലും ഹല്ലേലൂയ അത് ചവിട്ടി മാറ്റിയിട്ട് സ്പിരിറ്റിന് നിങ്ങൾ കേൾപ്പിച്ച് കൊടുത്ത് റിപ്പന്റ് യുവർ സെൽഫ്. ഏത് വിഷയമാണെങ്കിലും റിപ്പന്റ് യുവർ സെൽഫ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ഫൈനൽ വിക്ടറി നമുക്ക് മുമ്പാകെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുമെങ്കിൽ നമ്മൾ സ്പിരിച്വലി ആ യുദ്ധത്തിന് തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. ഏതൊരു സാഹചര്യത്തിലും ആ സ്പിരിറ്റ് നമ്മൾ വെള്ളുവാണെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഇതെല്ലാം കടന്ന് ജീവിപ്പാനുള്ള ഹല്ലേലൂയ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം തരും. അതുമാത്രമല്ല ദൈവം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, don't give space to evil. Hallelujah. That is Ephesians 4:27. അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ വചനം ഇതിനകത്ത് ഉണ്ടോന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം കാണിച്ചു തന്നെ. എഫെസ്യസ് 4 എനിക്ക് വേണ്ടി വായിക്കാമോ? എഫെസ്യസ്. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ഫ്ലഷിനെ റൂൾ ഔട്ട് ചെയ്യുവാൻ പിശാചിന് ഇടം കൊടുക്കരുത്. അത് നമ്മുടെ മൈൻഡിലായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലായിരിക്കും അത് ചിലപ്പം ഇടപെടുന്നത്, അല്ലെങ്കിൽ ശരീരത്തോടായിരിക്കും ഇടപെടുന്നത്. കൺമോഹമോ ജഡമോഹമോ എന്താണെങ്കിലും ഹല്ലേലൂയ അതിന് ഇട കൊടുക്കുവാൻ ദൈവമക്കൾ അനുവദിക്കരുത്. ഹല്ലേലൂയ. അത് ആ ഒരു സമയം നമ്മളാകുമ്പോഴാണ് പ്രത്യാശയുള്ള ദൈവം നമുക്ക് വേണ്ടി വരും. റെവല്യൂഷൻ എനിക്ക് വേണ്ടി ഒന്ന് വായിക്കാം. റെവല്യൂഷൻ chapter 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവർ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ആമേൻ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് സ്വർഗം തുറന്ന് യേശു നമുക്ക് വേണ്ടി വരുമ്പോൾ അവൻ നീതിയോട് വിധിച്ച് ഹല്ലേലൂയ നമ്മളെ എടുക്കപ്പെടും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. ഒരിക്കൽ കൂടെ പറയുക, റിപ്പന്റ് യുവർ സെൽഫ്, സെപ്പറേറ്റ് യുവർ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. ഹല്ലേലൂയ. ശത്രുവിനെ ഏൽപ്പിച്ച് കൊടുക്കരുത്.
നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്തകളെ ഹല്ലേലൂയ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഒരു ബൗണ്ടറീസിലിട്ട് ഹല്ലേലൂയ അതിൻ്റെ മേളിൽ കിടപ്പാൻ ദൈവമക്കളെ അനുവദിക്കല്ലേ. ആ ബൗണ്ടറീസിൽ ഹല്ലേലൂയ ഹോളി സ്പിരിറ്റിനെ ചുറ്റിലും കാവൽ കൊള്ളുമാറാകാൻ ദൈവമക്കൾ ഓരോരുത്തരും അവരവർ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ഹല്ലേലൂയ ഇന്ന് തൊട്ട് നമ്മളൊരു തീരുമാനത്തിൽ എടുക്കാം. ഹല്ലേലൂയ കർത്താവേ, എൻ്റെ ഫ്ലഷിനെ ഈ ലോകത്തിൽ ഞാൻ ഏൽപ്പിക്കത്തില്ല, ശത്രുവിനെ ഏൽപ്പിക്കത്തില്ല, ശത്രുവിനെ കൊടുക്കത്തില്ല. ഞാൻ എൻ്റെ സ്പിരിറ്റ്, എൻ്റെ ഹോളി സ്പിരിറ്റ് എന്താണ് എന്നെ ഗൈഡ് ചെയ്യുന്നത് അത് മുഖാന്തരം ഞാൻ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിൽ എന്നെ തന്നെ എടുക്കപ്പെടുവാൻ, അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുവാൻ ഓരോരുത്തരും സമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിന്നിരുന്നു കൊള്ളും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിക്കുന്ന സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രാരംഭമായി പറഞ്ഞ സഹോദരിക്ക് നല്ലവണ്ണം സംസാരിക്കാൻ പ്രാപ്തിയുണ്ട്. കാരണം ജനിച്ചു വളർത്തപ്പെട്ടതൊക്കെ നല്ല ഒരു അനുഗ്രഹീതമായ ഒരു പാസ്റ്ററൽ ഒരു ഫാമിലിയിലാണ്. ഞാനും ആ ഭവനത്തിൽ പോയി അനുഗ്രഹിക്കപ്പെട്ട നല്ല വില കൊടുക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസന കുടുംബത്തിലാണ് ജനിക്കപ്പെട്ടത്. എന്നാൽ രണ്ടാമത് പറഞ്ഞ സഹോദരി, പ്രിയപ്പെട്ട സഹോദരിയുടെ ഹസ്ബൻഡ് ചേട്ടൻ്റെ ഭാര്യയാണെങ്കിലും ഞാൻ കരുതുന്നു അത്രവണ്ണം തന്നെ അതിനെ അടുക്കി പിറക്കി ഒന്നും പറയുവാനുള്ള ശേഷിയോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണ ദൈവസാന്നിധ്യം ഞാൻ എത്ര പേർക്ക് തിരിച്ചറിയുന്ന അറിയുന്നില്ല. അസാധാരണ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാനിത് ഈ വിഷയം പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ എന്ന വിഷയത്തെപ്പറ്റി സഹോദരി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഞാനത് അനുഭവിക്കുവാനിടയായി തീർന്നു. അതുമാത്രമല്ല കൃപ സിസ്റ്റർ ഇതുപോലെ പ്രിയപ്പെട്ടതായ സിസ്റ്റർ കൃപ സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃപ സിസ്റ്റർ എന്നോടൊന്ന് പറഞ്ഞു, പാസ്റ്ററെ പ്രിയപ്പെട്ടതായ സഹോദരി, പ്രിയപ്പെട്ടതായ ചേച്ചി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു ദൈവ സാന്നിധ്യം അറിയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മളാരും വലിയ കഴിവും പ്രാപ്തിയുള്ളവരൊന്നുമല്ല, പക്ഷേ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ നിർത്തുവാനിടയായി തീരുന്നത്. നിശ്ചയമായിട്ട് ഞാനൊരു കാര്യം കൂടെ വളരെ സങ്കടകരമായി പറയട്ടെ. ഞാനിത് യൂട്യൂബിലൂടെയൊക്കെ കേൾക്കും ദൈവജനം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. ദൈവദാസന്മാരും വിശ്വാസികളെല്ലാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. പലയിടങ്ങളിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ സഭകൾ പോലും നടക്കുന്നു. ദൈവപ്രവർത്തനം നടക്കേണ്ട സ്ഥലമാണ്. ഞാൻ സഹോദരിയും പറഞ്ഞൊരു വിഷയമാണ്. ഈ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി അന്വേഷിക്കുന്ന വ്യക്തികളില്ല. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്ന വ്യക്തികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ ഇടയിൽ പ്രിയപ്പെട്ട സഹോദരിയൊക്കെ വളരെ രാത്രിയൊക്കെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ സ്തോത്രം ഷെറിൻ സിസ്റ്ററൊക്കെ രാത്രിയൊക്കെ ദൈവസന്നിധി ഇരുന്ന് ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നത്. എങ്കിലും അതൊക്കെ ജോലി കഴിഞ്ഞ് പ്രിയപ്പെട്ട മാതാവിനോടും പിതാവിനോടൊക്കെ രാത്രി കാലങ്ങൾ ദൈവസന്നിധി ഇരിക്കുന്ന ഒരു അനുഭവമൊക്കെ ഓർക്കുമ്പോൾ ഈ കാലം ഞാൻ ചിന്തിക്കുന്നു, ദൈവത്തിന് സം ഹാവ് സ്പെഷ്യൽ പ്ലാൻസ് ഫോർ ഹിം ഹെർ. ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ചില വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ കാലയളവിൽ നടന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ ഈ സഭ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ട്, കർത്താവേ, എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ദൈവിക നന്മകളോ അല്ലെങ്കിൽ പലതും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോഴും എന്നെ ഉപദേശം നടത്തുന്ന ദൈവദാസ് എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് തന്ന ഒരാളായിക്കോട്ടെ 2 ആളായിക്കോട്ടെ അവരെ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നുവെങ്കിൽ പാസ്റ്റർ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവാണ്. 10,000-കണക്കിന് ജനങ്ങളുണ്ടായിട്ട് ഒരു വ്യക്തിയെ പോലും ദൈവസൻ നേടുവാനോ ദൈവത്തിന് സംസാരിക്കാനോ കഴിയാത്ത അനുഭവമാണെങ്കിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തിയതുപോലെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ സഹോദരിമാരെയൊക്കെ കർത്താവ് ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വ്യക്തിപരമായി പ്രത്യേകിച്ച് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന 40 ദിവസം ഉപവസിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് കരഞ്ഞൊരൊറ്റ വിഷയം, ആ വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ഉപവാസ പ്രാർത്ഥനയുടെ ഒരേ ഒരു വിഷയമായിരുന്നു വാക്ക് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ചേർന്ന് കിടക്കുക. രണ്ടാമത് 21 ദിവസം ഉപവാസം വെച്ചപ്പോഴും ഞാൻ വിശ്വസിച്ചു, കർത്താവ് എന്താണ് വിഷയം ചോദിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് നൽകിയ ഒരു ആലോചനയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു ആലോചന ഇത്ര മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനോട് 2 വട്ടം മാത്രമേ കർത്താവ് ഇന്നത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ ഭാഗമാണ് ദൈവം തമ്പുരാൻ പറയുന്നത്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കതയോട് നടക്കുക. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, ഉപവാസപ്രതി. എന്നാൽ ആ കാലയളവിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹോദരിമാരോട് വ്യക്തിപരമായി സംസാരിച്ചു എന്ന് അറിയുമ്പോൾ ഇതിനേക്കാൾ സന്തോഷം ഞാൻ അർഹിക്കുന്നില്ല. ഇതിനൊന്നും അർഹതയുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അനേകം പേരോട് കർത്താവ് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസികളോട് ദൈവം സംസാരിക്കുന്ന ഓർത്ത് സ്തോത്രം. അത് മാത്രം
മാത്രമല്ല, കൃപ സിസ്റ്റർ ഇവിടെ വന്നിട്ടില്ല. നിശ്ചയമായിട്ടും വരും കാലങ്ങൾ പറയും. മരടയത്തിനും സിസ്റ്ററോട് പോലും ഞാൻ വ്യക്തിപരമായി പലപ്പോഴും പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പോൾ നിശ്ചയമായിട്ടും വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കും. ആദ്യമൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളോട് എന്നോട് അങ്ങനെയാണ് സംസാരിച്ചതൊക്കെ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ താൻ കണ്ടതായ സ്വപ്നം എൻ്റെ വൈഫിനോട് പറഞ്ഞു. അത് തന്നെ അന്ന് തന്നെ സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞത്, ദൈവം ചില വ്യക്തികളോട് സംസാരിച്ച് തുടങ്ങി. നിശ്ചയമായിട്ടും ഈ സഭയിൽ വന്നിരുന്ന ഓരോ വ്യക്തിയോട് പറയുന്നു, നിങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്. ഈ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പ്രതിസന്ധികൾ, എങ്ങനെയെന്ന് ചോദിക്കുന്ന പല വിഷയങ്ങളുണ്ടായിരിക്കാം. ഭാരപ്പെടരുത്, അന്ത്യം വരെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. കുഞ്ഞുകാലം മുതലേ നമ്മൾ പരിപാലിച്ച ദൈവമുണ്ട്. ജോലികളിൽ ഈ രാജ്യം വിട്ടു പോകുമെന്ന് വിചാരിച്ച സാഹചര്യത്തിൽ കർത്താവ് നിർത്തിയെങ്കിൽ ആ നന്ദിയോടെ എപ്പോഴും ഞാൻ എല്ലാ മാസവും കഴിയുന്നിടത്തോളം ദൈവം ചെയ്ത നന്മകൾ പിന്നെയും ഇടാറുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? ദൈവമക്കൾ പലപ്പോഴും നന്മ പ്രാപിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുന്നു. വലിയ വിഷയങ്ങൾ ദൈവം നടത്തും, ചെറിയ വിഷയം വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇങ്ങനെ നടക്കരുത്, അന്ത്യം വരെ നടത്തുവാൻ ശക്ത ദൈവമാണ്. നിങ്ങളുടെ വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. കഴിഞ്ഞ നാളിൽ നടത്തിയ വിധങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ ചേർന്ന് നിന്ന് സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. നമ്മൾ പലരും അല്ലെങ്കിൽ സ്തോത്രം മാതാപിതാക്കന്മാരൊക്കെ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട പല ഭാഗങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ തകർന്നു പോയ മേഖല ഉണ്ടായിരിക്കാം. എന്നാൽ അന്നൊക്കെ നടത്തിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാനിടയായി തീരട്ടെ. അല്പനിമിഷം കൂടെ ഒരു പ്രിയപ്പെട്ടതായ മിനർവയും കൂടെ ദൈവസന്നിധിയിൽ സാക്ഷ്യങ്ങളും അതിനോടൊപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയ വിധങ്ങളും അവരുടേതായ ജീവിതത്തിൽ നടന്നതായ ഇടപെടലുകൾ, നേഴ്സിംഗ് പഠനത്തൊക്കെയും അല്ലെങ്കിൽ നമ്മളൊക്കെയും അല്ലെങ്കിൽ സ്തോത്രം പലപ്പോഴും ഭാരപ്പെട്ടിരുന്നായ സമയങ്ങളിൽ ദൈവപ്രവൃത്തി നടത്തിയതായ വിധങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കേൾക്കുവാനുള്ള ഒരേ ഒരു കാര്യം, ഇത് അനേകം പേര് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. മിനർവ ദയവായി ഫ്രണ്ടിൽ കടന്നു വന്ന് അല്പനേരം ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ സംസാരിച്ചു. സ്തോത്രം. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു, നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. ഭാരമില്ലാത്തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ലാത്തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ദൈവത്തിനെ ദിവസം നീ ഫൽക്കല വാഴ്ത്തപ്പെടുമാറായിട്ട് ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവിടെയാക്കിയ വിലയേറെ ഭാഗ്യത്തോർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെയും കേൾപ്പാൻ അടിയങ്ങളെ സഹായിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അനുഭവത്തിൽ കൂടെയാണ് അടിയനും കടന്നു വന്നത്. ചെറുപ്രായം മുതലേ തന്നെ കർത്താവ് ഒരു പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിപ്പാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ പിതാവ് എന്നെ ലോകം വിട്ട് പോകാനിടയായി. പക്ഷേ ലിസിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പറയുമ്പോഴും എനിക്ക് ആ ഒരു അനുഭവമാണ് ഞാനും കടന്നു വരുവാനിടയായത്.
എൻ്റെ മാതാവാണ് എന്നെയും വടിയനെയും വളർത്തിയത്. ഞങ്ങൾ 7 മക്കളാണ്. ഓരോ മക്കളിലും കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങളാലും നിറച്ചു. ഞങ്ങൾ അടിയൻ്റെ മാതാവ് ഒറ്റയ്ക്കാണെങ്കിലും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത്രയും മക്കളെ വളർത്തും, ഇത്രയും മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിച്ചു വിടുമെന്ന്. പക്ഷെ ഒരിക്കലും എൻ്റെ മാതാവ് ഒരിക്കലും അതിൽ വിഷമിക്കുകയോ അതിൽ ഒരു തരി പോലും പതറാതെ കർത്താവിൽ മാത്രം വിശ്വസിച്ച് ഞങ്ങൾ എപ്പോഴും എണീറ്റാലും അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഏത് സമയത്തും എനിക്ക് തോന്നുന്നു 24/7 അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു കാര്യത്തിലും എനിക്ക് എൻ്റെ മക്കൾക്ക് ഇന്നത് വേണം, എൻ്റെ മക്കൾക്ക് ഇന്ന ആവശ്യമുണ്ട് എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. കർത്താവ് അത് സമയത്ത് വലിയ 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 കാര്യങ്ങൾ കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിലും ചെയ്തു. ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് വലിയ വലിയ അത്ഭുതങ്ങളാലും ദൈവം അടിയങ്ങളെ കുടുംബത്തെ നിറച്ചു. അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് മാതാവിന് ലഭിപ്പാൻ കർത്താവ് സഹായിച്ചു. അമ്മ അതുപോലെ തന്നെയാണ് ഓരോ മക്കളും മരുമക്കളായാലും നോക്കിയിട്ടുള്ളത്. അടിയൻ്റെ പഠനത്തിലായാലും കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അടിയൻ ഒരിക്കലും പ്രതീക്ഷയല്ല നേഴ്സിങ്ങിന് പോകണമെന്ന്, കാരണം 1 രൂപ പോലും കയ്യിലില്ലായിരുന്നു. എന്നാൽ ഒരു ആൻറ്റി ഇതുപോലെ ഞങ്ങളുടെ ഭവനത്തിൽ വരുവാനിടയായി. +2 കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പ്ലാനിങ് ഇല്ലായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ നേഴ്സിംഗ് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ആഗ്രഹിച്ചാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ അമ്മയടുത്ത് പറയാൻ പറ്റത്തില്ല, കാരണം 1 രൂപ പോലും അമ്മയുടെ കയ്യിലില്ല കൊടുക്കാനൊന്നും. എൻ്റെ ചേട്ടനായാലും തന്നെയാണ് ജോലി ചെയ്ത് പഠിക്കുവാനൊക്കെ സഹായിച്ചത്. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പം ഒരു ആൻറ്റി ഇങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞു, ഇങ്ങനെ നേഴ്സിംഗ് മോള് പഠിക്കാൻ താല്പര്യപ്പെടുന്നോ, ഇങ്ങനെ അഡ്മിഷൻ ഉണ്ടെന്ന് പറയാനിടയായി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, എനിക്ക് പഠിപ്പിക്കാൻ യാതൊരു ഇതുമില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ലോൺ നമുക്ക് എടുത്ത് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാ കാര്യങ്ങളും ആൻറ്റി തന്നെ ചെയ്യുവാനിടയായി. ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി ലോണൊന്നും എടുത്തില്ല, കാരണം കുറച്ച് പൈസയാണ് എടുത്തത്. പക്ഷേ അതാത് സമയത്ത് ദൈവം അതാണ് പറയുന്നത്, ഞാൻ ഫീസ് അടയ്ക്കാൻ സമയമാകുമ്പോൾ എനിക്ക് 85,000 ആണ് എൻ്റെ ട്യൂഷൻ ഫീ. അപ്പോൾ 45 ആണ് എനിക്ക് ലോണ്. പക്ഷേ 40,000 എനിക്ക് വേണം. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ എങ്ങനെയാണ്, എനിക്കറിയത്തില്ല, 1 രൂപ പോലും കയ്യിലില്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അമ്മയാണെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു 40,000. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എല്ലാ പിള്ളേരും ഇങ്ങനെ ഹോൾ ടിക്കറ്റ് കിട്ടാത്ത പിള്ളേരൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എന്നും അങ്ങനെ പുറത്ത് നിൽക്കാനൊന്നും അനുവദിക്കരുത്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ദൈവത്തോട്, എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. എൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ എനിക്കറിയത്തില്ല, എവിടെയാണ് മറിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം അതാത് സമയത്ത് അമ്മ കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കുമായിരുന്നു. അവിടെ കോളേജിലുള്ളവർക്ക് അറിയായിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് 1 രൂപ പോലും കൊടുക്കാനില്ലാതെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതുമാത്രമല്ല അടിയൻ്റെ വിവാഹം തന്നെ ഞാനും സത്യത്തിൽ ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് കല്യാണം കഴിക്കുക അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചനയൊക്കെ വരുവാനിടയായി. കർത്താവ് 1 രൂപ പോലും വാങ്ങിക്കാതെ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കരുത്. എൻ്റെ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു, എന്നെ കണ്ട് എനിക്ക് 1 രൂപ പോലും എന്നോട് ഡൗറി ചോദിക്കരുത്, എനിക്കങ്ങനെ കൊടുക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ ചോദിക്കുകയും ചെയ്യരുത്. എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മകനെ കൊണ്ടുവരണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറ്. ഞാനിപ്പോൾ ആര് പ്രാർത്ഥിച്ചാലും ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് തന്നെ ചോദിച്ചാലും ഞാനിങ്ങനെ ഒരു ദേവദാസനിങ്ങനെ പറഞ്ഞതാണ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കളടുത്ത് പറയുന്നതിനേക്കാളും നമ്മൾ ദൈവത്തോട് പറയുമ്പോഴാണ് ദൈവം അതേപടി ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ മാതാപിതാക്കൾക്കൊക്കെ ഒരു ലിമിറ്റുണ്ട് ചെയ്തു തരാനൊക്കെ. പക്ഷെ നമ്മുടെ യേശപ്പച്ചൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അതിനൊരു ലിമിറ്റ് ദൈവം വയ്ക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ദേവദാസൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്താവശ്യം, നിങ്ങളുടെ ഭാവി ജീവിതങ്ങൾ, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് തോന്നുന്നത്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ദൈവത്തോട് ചോദിക്കണം. ഈ ചെറുപ്രായം മുതലേ ചോദിക്കണം. അപ്പോഴാണ് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് അത് ദൈവം നിങ്ങൾക്ക് തരുമെന്ന് ഇങ്ങനെ ഒരു ദേവദാസൻ പറയുന്നത്. അപ്പം ഞാൻ ആ ചെറുപ്രായം മുതലേ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് പപ്പയില്ല, എനിക്കൊരു പപ്പ ഉള്ള ഭവനത്തിൽ പോകണം. പിന്നെ ഇങ്ങനെ 1 രൂപ പോലും ഇങ്ങനെ ചോദിച്ചിട്ട് വരുന്ന ഒരു വ്യക്തി എനിക്ക് ആകരുത്. എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും
ഒരിക്കൽ പോലും കഷ്ടം വരുന്ന രീതിയിൽ ഒരു മകനാകരുതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു പപ്പയും ഒരു കുടുംബത്തെയും ദൈവാടീന് നൽകുവാനിടയായി. ഞാനിങ്ങനെ കൃപയെടുത്ത് എപ്പോഴും ഞാൻ പറയും, ഇങ്ങനെ കൃപ നിനക്ക്, നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു ലിമിറ്റുണ്ട്, പക്ഷേ ദൈവത്തിന് നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ദൈവം തരാൻ വലിയ ദൈവമാണ്. വലിയൊരു ദൈവത്തിൻ്റെ കൈകളിൽ നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളിവിടെ ഞാനിങ്ങനെ രണ്ടാമത് ജോഷിയ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂടെ അറ്റൻഡ് ആകുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, അത് കൊച്ചിനെയൊക്കെ വിട്ടിട്ടിങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷെ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ഫ്യൂച്ചർ വേണം. പക്ഷേ എനിക്ക് അറിയത്തില്ല, ഞാൻ കുറച്ച് ദിവസം ഭവനത്തിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്കറിയത്തില്ല എന്താണ് എൻ്റെ ഫ്യൂച്ചർ, ഞാൻ ഏത് രീതിയിലാകും. പക്ഷേ എനിക്ക് പല പല വാഗ്ദത്തങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ജൂലിയ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ വിദേശത്ത് പോവും, ജോലി ചെയ്യുമെന്നൊക്കെ പല പല വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇനി എന്തായാലും നടക്കത്തില്ല, ഇനി വിദേശത്ത് നമുക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോഷിയ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരെയും ഇങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഇൻ്റർവ്യൂ ആണെങ്കിൽ ജോഷുവ ജനിച്ചു കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണ്. ഞാൻ അതും പ്രതീക്ഷയില്ല, കാരണം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതൊക്കെയും ദൈവം സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ VFSൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മക്കളൊന്നും വിഷമിക്കേണ്ട, ജൂലിയായാലും മക്കളെയായാലും ഞങ്ങൾ നോക്കിക്കോളാം, മക്കൾ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെ അമ്മയെല്ലാം ഇങ്ങനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഞങ്ങളെ വഴി അയച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാംഗ്ലൂരിലാണ് VFS. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. അന്ന് തന്നെ ഞാനൊന്നും അറിഞ്ഞില്ല, ഇച്ചാൻ ഇങ്ങനെ ഒരു കോൾ വരുവാനിടയായി, അമ്മ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടെന്ന്. ഞാൻ വിചാരിച്ചു ഒരിക്കലെങ്കിലും ഞാനിവിടെ വന്നിട്ട് എൻ്റെ അമ്മയൊക്കെ കൊണ്ടുവരണം. എന്നെക്കാളും ഒത്തിരി ആഗ്രഹമായിരുന്നു ഇച്ചായിരുന്നു അമ്മയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്നൊക്കെ. പക്ഷേ ദൈവത്തിന് വേറൊരു പ്ലാനിങ് ആയിരുന്നു. എന്നെ ഒരിക്കൽ പോലും അറിയിച്ചില്ല ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന് എൻ്റെ അടുത്ത് അറിയിച്ചില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു. എമർജൻസി അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് വേഗത്തിൽ തന്നെ അവിടെ അന്ന് തന്നെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടെ നിന്ന് തന്നെ ഒരു കാറൊക്കെ ടാക്സി പിടിച്ചിട്ടാണ് നാട്ടിൽ വന്നത്. പക്ഷെ പല തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും കർത്താവ് ഇത്രത്തോളം നടത്തി. എൻ്റെ വിചാരമല്ല നിൻ്റെ വിചാരം, കർത്താവിൻ്റെ വിചാരം വേറെയാണ്. എന്നാലും പല തടസ്സങ്ങൾ വന്നെങ്കിലും ഈ രാജ്യത്തിൽ കൊണ്ടുവരാൻ എൻ്റെ മാതാവിൻ്റെ ആഗ്രഹം പോലെ, അത്രയും പ്രാർത്ഥന പോലെ ഞങ്ങളുടെ കുടുംബത്തിലും ആ ഒരു പ്രാർത്ഥന ഇന്നും നിലനിൽക്കുന്നുണ്ട്. അടിയങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലായാലും അടിയൻ്റെ ജീവിതത്തിലായാലും വലിയൊരു ഇതാണ് ആ ഒരു പ്രാർത്ഥനയും ഒരു കാര്യങ്ങളൊക്കെയും കർത്താവ് ഇത്രത്തോളം നിലനിർത്തി ഈ രാജ്യത്ത് വരുവാനും കുടുംബമായിട്ട് തന്നെ ജീവിപ്പാനും കർത്താവ് സഹായിച്ചു. എനിക്ക് ഇതുവരെയും നഴ്സിങ്ങിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ആക്ച്വലി അതിൻ്റെ ഉള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ചാൻസസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ അതെയും ഒത്തിരി ഇതിലായിരുന്നു. കാരണം ചിലപ്പോഴൊക്കെ തോന്നി എനിക്ക് പഠിച്ചിട്ടങ്ങോട്ട് എന്താണെന്നറിയത്തില്ല, ഒത്തിരി ടെൻഷനിലൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇപ്പോൾ സിസ്റ്ററായാലും ഷെറ സിസ്റ്ററായാലും ഇങ്ങനെ നഴ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും എനിക്കൊരാഗ്രഹമുണ്ട്. കർത്താവ് നമ്മുടെ സഭയിൽ തന്നെ എല്ലാവർക്കും എത്രയും ഈ വർഷം തന്നെ നഴ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അടിയനും വിശ്വസിക്കുന്നു. അടിയൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്ന് അടിയങ്ങളെ ഓർത്ത് കുടുംബത്തെ ഓർത്തും ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നല്ല സപ്പോർട്ടീവായിട്ടുള്ള സഹോദരങ്ങളെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്, അന്യോന്യം പ്രാർത്ഥിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും ലഭിച്ചത് ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സാക്ഷി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പറയുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം.
പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ UK-യിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഓർക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ അവരുടെ ജീവിതമോ ജീവനോ നിലനിൽക്കണമെന്നില്ല. കർത്താവ് നമുക്ക് നൽകുന്ന സമയം അവരെ മാക്സിമം സന്തോഷിപ്പിക്കുക, അവരെ നല്ല രീതിയിൽ. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മിനർവയുടെ അമ്മയായാലും സ്തോത്രമല്ലേ, എന്നെ വളരെ ഇഷ്ടമായിരുന്നു അല്ലേ സ്തോത്രം. അവിടെ നിന്ന സമയത്തൊക്കെയും വളരെ സന്തോഷത്തോടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ, ഈ VFS പോകുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി വീഡിയോ എടുത്താണ് ഞാൻ. എനിക്ക് തോന്നുന്നു 2 മണിക്കൂറോളം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു. അമ്മ ഒത്തിരി കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞൊന്ന് സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇവിടെ വരുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നതിന് മുമ്പേ ഈ സ്തോത്രം കഴിയുമെങ്കിൽ അമ്മയൊക്കെ ഇങ്ങനെ കൊണ്ടുവരണം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. എന്നാൽ അതൊന്നും നടന്നില്ല. പക്ഷേ ഞാനതിൽ കാര്യം പറയട്ടെ, എൻ്റെ വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ്, എൻ്റെ മാതാവ്, എൻ്റെ സ്വന്തം മാതാവ് സ്തോത്രം കുവൈറ്റിലൊക്കെ ആയിരുന്നു. എൻ്റെ പിതാവിനത് കഴിഞ്ഞില്ല. കാരണം കുവൈറ്റിൽ ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്, 4-ാം തീയതി ആ ആഴ്ച സ്തോത്രത്തിലേക്ക് കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി ചേട്ടനെല്ലാ കാര്യങ്ങളും ശരിയായി. പാസ്പോർട്ടിൻ്റെ കാര്യം റിന്യൂവലിനാണ് താമസിച്ചത്. റിന്യൂവൽ പാസ്പോർട്ട് വന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. അന്നേ ദിവസമാണ് അച്ഛൻ ലോകം വിട്ടു പോകുവാനിടയായി തീർന്നത്. ഇങ്ങനെ ഞാനിത് പറഞ്ഞൊരു സാഹചര്യം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ അമ്മയും ഇതുപോലെ ആഗ്രഹിച്ചു. അമ്മ കുവൈറ്റിൽ പോയി ദൈവകൃപയാൽ നിന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പ്രിയപ്പെട്ട മാതാവിനെയും കൊണ്ട് ഞാൻ ഒരു ഫ്ലൈറ്റ് യാത്ര, ഞാനും പ്രിയപ്പെട്ട മാതാവുമായിട്ട് ഇങ്ങനെ ഞാൻ പോകുവാനിടയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് മനോഹരമായ ആ ദിവസങ്ങളായിരുന്നു. ഞാനിതൊക്കെ പറയുന്നതിന് കാരണം ഞാൻ ചെയ്തത് പറയുന്നതല്ല. ഈ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഏതാണ്ടൊക്കെ ആയിട്ട് ചെയ്യാൻ നടക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണ്. നിങ്ങളുടെ ഒന്നാമതായി ചെയ്യേണ്ടത് ഇതൊക്കെ, ഫ്ലൈറ്റൊക്കെ ഒന്നാമതായി നല്ല സമാധാനം അവർക്ക് കൊടുക്കുക, നല്ല സന്തോഷം കൊടുക്കുക. നിരന്തരമായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുക. അതുമാത്രമല്ല, കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അവരുമായി സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പെൻഡ് ചെയ്യുക. അഥവാ നിങ്ങൾ വിദേശ രാജ്യങ്ങളാണെങ്കിൽ മാക്സിമം ദിവസങ്ങൾ വീഡിയോ കോളൊക്കെ ഉപയോഗിക്കപ്പെടുക. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിശ്ചയമായിട്ട് ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 മാസം അതൊന്നു ന്യൂസ് പേപ്പറിൽ വന്ന നമ്മുടെ മാധ്യമങ്ങൾ വന്നതാണ്, ഒരമ്മ മരിച്ചിട്ട് 7 ദിവസമായിട്ട് അറിഞ്ഞിട്ടില്ല. 3 മക്കളാണ്, 3 പേര് അമേരിക്ക, ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളായിരുന്നു. 3 മക്കൾ പോലും വിളിച്ചിട്ടില്ല 7 ദിവസം. സാഹചര്യം ഒരുപാട് കഷ്ടപ്പെട്ട വളർത്തി വലുതാക്കിയേ. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിക്കുവാനും പരിപാലിക്കാനും ഒക്കെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? പരിപാലിക്കാൻ ദൈവം അനുഗ്രഹിക്കപ്പെട്ട അല്പനേരം മാത്രം. ഞാൻ സമയമൊന്നും എടുക്കുന്നില്ല, കാരണം അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പേഴ്സണൽ എൻകൗണ്ടർ എന്ന വിഷയമായിരുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ വ്യക്തിപരമായി സഹോദരിമാരിലൂടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ഈ വരുന്ന നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ ഈ വരുന്ന ഞായറാഴ്ച വരെയുള്ള വിഷയം, പ്രധാനപ്പെട്ട ഉപവാസത്തിൻ്റെ 7 ദിവസം ഉപവാസത്തിൻ്റെ വിഷയം, ആത്മീയ വിഷയം എന്ന് പറയുന്നത് ഫസ്റ്റ് വിഷയം ആത്മീക എൻകൗണ്ടർ, പേഴ്സണൽ എൻകൗണ്ടർ നമ്മളെല്ലാവരും പ്രാപിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്തോത്രം പ്രേസോയ്ക്കും അതുപോലെ ജെറോയ്ക്കൊക്കെ സ്തോത്രം ഒരു വിസയുടെ ആവശ്യമുണ്ട്. ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ കർത്താവ് പ്രവർത്തിക്കുക. അതിനോടൊപ്പം ഞാനിവിടെ ഇരുന്ന ഒരു നിയോഗം, സഹോദരിമാരോട് ദൈവത്തിൻ്റെ ആത്മ സംസാരിച്ചു. പക്ഷേ ഇനി ഞാൻ ചിന്തിക്കുന്നു, ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞാൻ ഈ മെസ്സേജ് കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ചായന്മാർ, 2 അച്ചായന്മാർ, സ്തോത്രം നമ്മളെല്ലാ പേരും ഉണ്ടെങ്കിലും ഇപ്പോൾ ആ 2 അച്ചായന്മാരെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ അവർക്കും ദൈവം കൊടുക്കണം. അവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിങ്ങളോടൊപ്പം ആത്മീയം, നിങ്ങൾക്ക് ഇത്രയും ദൈവ സാന്നിധ്യം വെളിപ്പെട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ അസാധാരണമായ ദൈവസ്നേഹമുണ്ട്. അസാധാരണമായ ദൈവസ്നേഹമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, പാസ്റ്ററെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സഹോദരിയായിട്ട് സഹോദരിക്കറിയാം അവരുടെ വ്യക്തിപരമായ ദൈവദാസന്മാരുടെ, അവർ പ്രിയപ്പെട്ട മാതാപിതാവ് നല്ല അനുഗ്രഹിക്കുമെന്ന മാതാവ്, പക്ഷേ അതേ ജീവിക്കുന്ന അനേകം ആത്മീയ ഗോളം എന്ന് പറയുന്ന പലരും പലതിലും അടിമകളായിപ്പോയി. പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ വിവിധമായ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം മഹത്വം വെളിപ്പെടുന്നില്ല. പക്ഷേ സഹോദരിമാരായി നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുപോയി
ഒരു ചെറിയൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ ഈ ദൈവം ഈ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പറയും? ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നിങ്ങളോട് സംസാരിച്ചേ, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നേ? ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ ആ വിഷയം നിങ്ങളോടൊപ്പം ഈ സഹോദരങ്ങളോട് നിൽക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾ ആത്മാർത്ഥമായി ഈ 7 ദിവസവും പ്രത്യേകിച്ച് 2 അച്ചായന്മാരോ നമ്മൾ ഒരുമിച്ച് സഭയോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആത്മീകത്തിൽ അവരും സ്വപ്നങ്ങളെ കണ്ട്, ദർശനങ്ങളെ കണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീക പ്രചോദനങ്ങൾ നൽകി ദേശത്തിൻ്റെ മധ്യേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി കൊണ്ടുപോകുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസങ്ങളായിരിക്കാം. ഹല്ലേലൂയ. അല്പനേരം ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വായിച്ചപ്പെട്ടതായ ആ ലഭ്യമായ ശുശ്രൂഷ എന്ന് പറയുന്ന ദൈവികമായ ഒരു കാഴ്ചപ്പാട്, പേഴ്സണൽ എൻകൗണ്ടർ എന്ന വിഷയമാണല്ലോ. വ്യക്തിപരമായി ഒരുപാട് വ്യക്തികളെ ദൈവം സ്പർശിക്കുവാനിടയായി. നമുക്ക് ചില വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുവാൻ ഞാൻ ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വേദഭാഗം മൈക്കിലൂടെ ദയവായി വായിക്കാം. പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 2 and 4. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. മതി. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗം ഒന്നാമതായി മോശയ്ക്ക്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശയ്ക്ക് ആദ്യമായി ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകുന്നത് എങ്ങനെയാണ്? വ്യക്തിപരമായ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുന്നത് ഒരു തീയാലും ദൈവികമായ ശബ്ദത്താലുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, മോശയ്ക്ക് ദൈവം എങ്ങനെയാണ് പേഴ്സണൽ എൻകൗണ്ടർ കിട്ടിയത്? ദൈവികമായ ഇടപെടൽ, വ്യക്തിപരമായ ഇടപെടൽ. ദൈവം സംസാരിക്കുവാനിടയായി തീർന്നു. ദൈവം അവരോട് ഇടപെടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യങ്ങൾ വായിക്കാം. അല്ലേ, നമുക്ക് വായിക്കേണ്ട, ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, ചുറ്റും എന്ത് ചെയ്തു? ഒരു മിന്നുന്ന അല്ലെങ്കിൽ വലിയൊരു പ്രകാശം കണ്ടു. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാണ്? അല്ല ആ കാലഘട്ടത്തിൽ ദൈവമക്കൾക്കെതിരായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആരാണ്? ശൗൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ ദൈവം വ്യക്തിപരമായി തൊടുവാനിടയായി തീർന്നു. തൊട്ടത് മുതൽ ദൈവത്തിൻ്റെ മഹത്വം തന്നെ വെളിപ്പെട്ടു. പിന്നത്തെ കാലഘട്ടത്തിൽ പൗലോസ് എന്ന പേരിൽ അറിയപ്പെട്ട് ദൈവത്തിനു വേണ്ടി ശക്തമായി നിലകൊണ്ടൊരു ദൈവഭക്തനായി തീർത്തു. നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം നമുക്കതൊന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11-12 വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11-12. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതുപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് മുഖാമുഖത്ത് നിന്ന്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. മതി. ഇവിടെയും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. വ്യക്തിപരമായി ദൈവം എന്ത് ചെയ്യാണ്? ഏലിയാവ്. ഇതിന്റെ സാഹചര്യം എന്താണെന്നറിയാമോ? എന്താ സാഹചര്യം? 19-ാം 1-ാം വാക്യത്തിൽ വായിക്കണ്ട. അവൻ ചൂരച്ചെടിയുടെ തണൽ നിന്ന് മരിപ്പാൻ ഇച്ഛിക്കുന്നൊരു കാലം. കർത്താവിനൊരു ശക്തമായി നിലകൊണ്ട ദൈവദാസനാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടവനാണ്, അതിശയങ്ങൾ കണ്ടവനാണ്. പക്ഷേ വ്യക്തിപരമായി ഇസബേൽ എന്ന് പറയുന്ന വലിയ ശക്തിയുടെ മുൻപിൽ അവൻ പരാജയപ്പെട്ടവനെ പോലെ മതി കർത്താവേ എന്ന് പറയുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലെ ദൂതൻ വന്ന് അവരെ തട്ടി ഉണർത്തി അവർക്ക് വേണ്ടുള്ള സകലവിധമാകുന്ന ആഹാരങ്ങൾ കൊടുത്ത് ആത്മീയവും ഭൗതികമായി ബലപ്പെടുത്തി 40 രാവും 40 പകലും നടക്കുവാൻ തക്കതായ ഒരാത്മീക മന്ന തനിക്ക് ലഭ്യമായ ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നോട് വ്യക്തിപരമായി ദൈവിക എൻകൗണ്ടർ വെളിപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം, ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടുവാൻ നമ്മുടെ സാഹചര്യം വിഷയമല്ല, നമ്മുടെ ആത്മീക പരാജയങ്ങൾ വിഷയമല്ല. ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ആത്മീകത്തിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ നാളുകൾ കർത്താവിനോട് ഉപയോഗിക്കപ്പെട്ടിരിക്കുക. ഇന്ന് ഒരു പക്ഷേ പരാജയത്തിന് ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, മതി കർത്താവേ,
മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ദൈവത്തിന്റെ ആത്മ പറയുന്നു, കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാൻ ഒരു നിമിഷം മതി. നിങ്ങളെ കൊണ്ട് അവിടെ തകർന്ന് തരിപ്പണമാകാൻ അല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ പുറത്തു വരുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉള്ളതാകയാൽ, ഏലിയാവേ, നീ ചൂരച്ചെടി തളർന്ന് മരിപ്പാൻ ഇച്ഛിപ്പാനല്ല. ഒരു എൻകൗണ്ടർ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ എൻകൗണ്ടറിന് മുമ്പേ നിന്നെ ഒതുക്കിക്കളൻ ശരശാക്തികൾ ഉണ്ടായിരിക്കാം, പക്ഷെ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ ചില രോഗങ്ങൾ വരുമ്പോൾ, മാരകമായ അസുഖം വരുമ്പോൾ, കർത്താവേ ഞാൻ പരാജയപ്പെട്ടു പോയി, മതി കർത്താവേ, എൻ്റെ ജീവിതം അവസാനിച്ചു, എങ്ങനെയെങ്കിലും വേദനയില്ലാത്ത ഒരു അനുഭവത്തിൽ പോയാൽ മതി, മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച ഭാഗങ്ങളുണ്ട്. ദൈവാത്മ പറയുന്നു, ഇല്ല, ദൈവത്തിന് ചിലത് നിന്നിലൂടെ ചെയ്തെടുക്കുവാനുണ്ട്. നിങ്ങളുടെ നന്മ മാത്രമാണ് ദൈവത്തിന്റെ പദ്ധതി. പലപ്പോഴും ചിലർ പറയാറുണ്ട് കഷ്ടത മാത്രം. അതൊന്നുമല്ല, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നന്മ മാത്രമാണ്. കഷ്ടതയിലൂടെ കടന്നുപോയാൽ അതിൽ പുറത്തു വരാനുള്ള ദൈവത്തിന്റെ കൃപയും കൂടെ എന്ത് ചെയ്യും? കർത്താവ് നമുക്ക് നൽകും. ഇതിലൊക്കെ നിലനിൽക്കണം. എന്ത് ചെയ്യണം? വ്യക്തിപരമായി പേഴ്സണൽ എൻകൗണ്ടർ ലഭ്യമാകണം. എന്തു ചെയ്യണം? ഒരുപാട് വാക്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടുകൂടെ ദൈവത്തെ എന്ത് ചെയ്യണം? സേവിക്കുകയും സ്തുതിക്കുവാനും തയ്യാറാകണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അനേകം സാക്ഷ്യങ്ങൾ കേട്ടതായ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വ്യക്തിപരമായി കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയതാണ്, ഒരുപാട് വീര്യപ്രവൃത്തി നിങ്ങളുടെ പ്രവർത്തിച്ച ദൈവമാണ്. ഇനിയും അന്ത്യം വരെ ശക്തമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വ്യക്തിപരമായി തകർത്ത് കളയുവാൻ, ഒതുക്കി കളയുവാൻ, ചില വ്യക്തികളെ ലോകത്ത് നിന്ന് മാറ്റിക്കളയുവാൻ, പെട്ടെന്നുള്ള ചില മരണങ്ങൾ കുടുംബത്തിനകത്ത് കടത്തിവിട്ട് ഒന്നുമില്ലാത്തവനാക്കി, ഒന്നുമില്ലാത്തവളാക്കി ലോകത്തിൽ തകർത്ത് കളയ ശത്രു ചില പദ്ധതികൾ ഇട്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യം നിലനിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. ദയവായി ഈ ആത്മീക സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. ആത്മാവിൽ ബലപ്പെട്. മാതാപിതാക്കൾ ദൈവിക സാന്നിധ്യം വെളിപ്പെടട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈ 7 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാരുടെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ദൈവാത്മാവിന്റെ ചില എൻകൗണ്ടറുകൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളുടെ മേൽ, സഹോദരിമാരുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ വലിയ എൻകൗണ്ടർ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ ആമേൻ പറയുന്ന ജനങ്ങളെല്ലാം ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു മോശ ഹല്ലേലൂയ വലിയൊരു ശുശ്രൂഷ വെളിപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ അനേകം ദൈവദാസന്മാർ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ചെറുതായി അവരോട് സംസാരിക്കാനിടയായി തീർന്നു. മോശയോട് ദൈവം സംസാരിച്ചു. യോശുവയോട് പറയുകയാണ്. യോശുവ വളരെ വലിയ ഭയഭശനായി നിൽക്കുമ്പോൾ മോശ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ എൻ്റെ ദൈവം അവർ വ്യക്തിപരമായി സംസാരിക്കുകയാണ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് നിന്നതുപോലെ നിന്നോടുകൂടെ നിൽക്കും. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാനിത് പറഞ്ഞു വന്ന സാഹചര്യം എന്ന് പറയുന്നത് വലിയൊരു ദൈവപ്രവൃത്തി തങ്ങളിലൂടെ വെളിപ്പെടുന്നതിന് മുമ്പേ ഒരു വ്യക്തിപരമായ എൻകൗണ്ടർ ലഭിച്ചതുപോലെ ഇന്ന് പകൽക്കാൽ നിങ്ങൾക്ക് നൽകിയ ചില എൻകൗണ്ടറുകൾ ഉണ്ടല്ലോ, ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളുണ്ടല്ലോ, ഇത് വെറുതെ കളയുവാനല്ല. ദൈവത്തിന് സ്പെഷ്യൽ പർപ്പസ് നിങ്ങളെ കുറിച്ചുണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഏലിയാവിനെ കുറ്റി അല്ലെ ഏലിയാവിന്റെ ചിന്ത എന്ന് പറയുന്നത് അവിടെ മരിക്കാനാണെങ്കിൽ ചൂരച്ചെടി തണന്ന് മരിപ്പാൻ ഇച്ഛിക്കുന്ന ഹല്ലേലൂയ ഒരു മരണമാണ് ഏലിയാവ് പ്രതീക്ഷിക്കുമ്പോൾ തനിക്കെതിരായി നിൽക്കുന്ന ഈ സഭയുടെ ശക്തിയുടെ ആഗ്രഹം എന്നാന്നറിയാമോ? നാളെ ഈ സമയമാകുമ്പോൾ ഞാൻ ഹല്ലേലൂയ അവരിൽ ഒരുത്തരെ പോലെ നിന്നെ തകർത്ത് കളയുമെന്ന് അല്ലെങ്കിൽ ശത്രുഗണമായിട്ടുള്ള ഈ സഭയുടെ ശക്തി നിൽക്കുമ്പോൾ ദൈവത്തിന് ഏലിയാവിനോട് പറയുവാനുള്ളൊരു ദൂതുണ്ട്. അല്ലയോ ഏലിയാവേ, ഞാൻ നിനക്ക് തന്ന അഭിഷേകം എന്ന് പറയുന്നത് ഇതിനു മുമ്പിൽ പരാജയപ്പെടുവാനല്ല. ദൈവത്തിന്റെ എൻകൗണ്ടർ നിനക്ക് വേണ്ടി നൽകപ്പെടുന്നത് അതിനു വേണ്ടിയല്ല. ചില ശുശ്രൂഷകൾ താങ്കളിലൂടെ ചെയ്തെടുക്കുവാനുണ്ട്. വിശ്വാസത്തോടെ കർത്താവേ, എനിക്ക് ദൈവം ചില എൻകൗണ്ടർ നൽകിയിരിക്കുന്നത്, ദൈവം ചില പ്രാർത്ഥനയുടെ, അഭിഷേകത്തിന്റെ, അന്യഭാഷയുടെ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വെളിപ്പാടുകൾ നൽകി. ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും വ്യക്തിപരമായി വെളിപ്പാടുകൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ, പ്രവചനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, വചനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിന് ചിലത്
ചെയ്തെടുക്കുവാനുണ്ട്. മതി കർത്താവ് എന്ന് പറയണ്ട, മതി കർത്താവ് എന്ന് പറയരുത്. ദൈവത്തിന് ചില ചെയ്തെടുക്കുവാനുണ്ട്. പരാജയപ്പെട്ടു നിൽക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി, പരാജയപ്പെട്ടു നിൽക്കുന്ന ചില തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആത്മീക നന്മകളെ കാണുവാൻ, സ്വർഗം നിന്റെ കണ്ണാലെ തന്നെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ മതി കർത്താവ് എന്ന് പറയുന്ന ഒതുക്കിക്കളയുന്ന ചില ശത്രുവിന്റെ പദ്ധതികൾ, ചില ഇസബേൽ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മനസ്സിലാക്കി സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന നൽകുമ്പോൾ ഇന്ന് പകൽക്കാലം നിന്റെ സാഹചര്യം വിഷയമല്ല, ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകൾ വിഷയമല്ല, ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിലുള്ള ഏതു പരാജയ അനുഭവം ദൈവത്തിന് വിഷയമല്ല. മനസ്സുണ്ടെങ്കിൽ, തിരിഞ്ഞു വരാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവം താങ്കൾക്ക് നൽകിയിരിക്കുന്ന ചില അഭിഷേകത്തിന്റെ ശക്തി, ചില വെളിപ്പാടിന്റെ ശക്തി, ചില പ്രവചനത്തിന്റെ ശക്തി, മറ്റാർക്കും വെളിപ്പെടാത്ത ചില ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം. ഏലിയാവിനെ പോലെ ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കാനുണ്ട്, ചില അഭിഷിക്തന്മാരെ അഭിഷേകം ചെയ്യുവാനുണ്ട്. ഇന്ന് പകൽക്ക് വിശ്വസിക്കാൻ തയ്യാറാകുക. നിനക്കൊന്നും കഴിവില്ലായിരിക്കാം. ചില എലീശയെ അഭിഷേകം ചെയ്യുവാൻ ഏലിയാവിനെ കുറിച്ച് ചില പദ്ധതി ഉള്ളതുപോലെ ചില വാഗ്ദത്ത തലമുറകളെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ചില പദ്ധതി നിന്നെ മേലിട്ടിരിക്കുമ്പോൾ മതി കർത്താവ് എന്ന് പറയുന്ന വാക്കിനു മുമ്പിൽ പരാജയപ്പെട്ടവളെ പോലെ, പരാജയപ്പെട്ടവനെ പോലെ പലപ്പോഴും ഞാൻ ദൈവസന്നിധി ഇത്രത്തോളം വളർത്തി വലുതാക്കി, പക്ഷേ ഞാൻ ഇന്ന് പരാജയപ്പെട്ടവനെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഇല്ല, നിന്നെ സടകുടഞ്ഞെഴുന്നേൽപ്പിക്കുന്ന ഒരു എൻകൗണ്ടർ യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്യാൻ മനസ്സുണ്ടോ? ഉപവാസ പ്രാർത്ഥന ദൈവസന്നിധി പ്രാർത്ഥി, കർത്താവേ എനിക്ക് അങ്ങയുടെ എൻകൗണ്ടർ വേണം. ഇത് പോര കർത്താവേ, ഇത് പോര കർത്താവേ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ സംഭവിക്കട്ടെ, ഞങ്ങളുടെ ഭർത്താക്കളുടെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ശബലഹംദന രഗരം ധന രഗനഗടഗസി. ദൈവം ചില സഹോദരങ്ങളെ അഭിഷേകം ചെയ്യുവാൻ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവം ഒരു കുടുംബത്തിനകത്തൊരു വ്യക്തിയെ ഉയർപ്പിക്കുന്നത് അവരുടെ നന്മയ്ക്കാണെങ്കിൽ യോസഫിനെ തിരഞ്ഞെടുത്തത് കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ ക്ഷാമത്തിന് പകരമായി, അവരുടെ ക്ഷാമം അനുഭവിക്കുന്ന പകരമായി ദൈവം ഉപയോഗിച്ചതുപോലെ ഇന്ന് ദൈവാത്മ പറയുന്നു, അല്ലെങ്കിൽ ആത്മീക ക്ഷാമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയാണ് ദൈവം ചില സ്പെഷ്യൽ എൻകൗണ്ടറുകൾ നൽകി ഇന്ന് നടത്തി വലുതാക്കിയെങ്കിൽ ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകൂ. ദൈവം എന്നെ തെരഞ്ഞെടുത്തത് വെറുതെയല്ല, ദൈവം എനിക്ക് ആയുസ് നൽകിയത് വെറുതെയല്ല. ഇന്ന് നിങ്ങൾക്ക് ദൂതേറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം പറയുന്നു, ദൈവം നിന്റെ കണ്ണാല് തന്നെ, ദൈവം നിന്റെ കണ്ണാല് തന്നെ ചില നന്മകൾ യേശുവിന്റെ നാമത്തിൽ റിവീൽഡ് ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം ചിലരെ അഭിഷേകം ചെയ്യുന്ന ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവേ, എന്നിലൂടെ ചില അഭിഷേകമുള്ള ചില തലമുറകൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. പത്രോസിന്റെ നിഴൽ തട്ടി സൗഖ്യമാക്കിയതുപോലെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. Receive in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തിത്വങ്ങൾ അഭിഷേകം ചെയ്യത്തക്ക നിലവാരത്തിൽ പ്രത്യേകമായ നിയോഗത്താൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം. യേശുവേ, ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം കർത്താവേ. ഞങ്ങളുടെ സഭയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന കർത്താവേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. വ്യക്തിപരമായ എൻകൗണ്ടർ ഞങ്ങൾക്ക് നൽകുമാറാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചില അഭിഷേകം ചെയ്യപ്പെടുന്ന ചില വ്യത്യസ്ത അനുഭവങ്ങൾ ഞങ്ങൾ ആത്മാവിൽ കാണുവാൻ സ്വർഗം സഹായിക്കണം. സടകൊഴിഞ്ഞെഴുകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പരാജയ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരാജയ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഏലിയാവിൻ്റെ മൈൻഡിനകത്ത് വ്യാപരിച്ച ഇസബേൽ ശക്തിയെ പോലെ ജീവിതത്തിനകത്ത് ഇസബേൽ ചില ശക്തികൾ, നീ ഒതുങ്ങി, നീ തകർന്നു, നിന്നെ കൊണ്ട് കഴിയത്തില്ല, നീ ഇതേ കാണത്തുള്ളൂ എന്ന് വെല്ലുവിളിക്കുന്ന ചില ശക്തികളും ദൈവാത്മ പറയുന്നു, ഇല്ല ഇല്ല, മനസ്സുകൊണ്ട് പറയും, ഇല്ല ഇല്ല, ഞാനതിൽ പുറത്തു വരും,
ഞാനതിൽ പുറത്തു വരും. എൻ്റെ മക്കൾ പുറത്തു വരും, എൻ്റെ തലമുറകൾ പുറത്തു വരും, എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരും. ഇതിന്ന് പുറത്തു വരും. ഇതിനകത്ത് ഒതുങ്ങുക ശത്രുവെ നിനക്ക് അധികാരമില്ല. ശത്രുവിനോട് മന്ത്രിക്കുന്നത് പോലെ, പലപ്പോഴും ചെവിക്കകത്തുനിന്ന് മന്ത്രിക്കുന്നത് പോലെ നീ തകർന്നു പോയി എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ദൈവാത്മാവ് നിന്നിലൂടെ ചിലർ അഭിഷേകം ചെയ്ത് പുറത്തു വരുന്ന നാളുകൾ അതിവിദൂരമല്ല. യേശുവിന്റെ നാമത്തിൽ ദൈവജനം യേശുവിന്റെ നാമത്തിൽ റിസീവ് ആവട്ടെ. റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു അഭിഷേകത്തിന്റെ പുതിയ തട്ടിലേക്ക് ദൈവജനം ഇറങ്ങപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ 7 ദിവസം ദൈവസന്നിധി ഞങ്ങളാകുന്നത് അപ്പാ അങ്ങയുടെ എൻകൗണ്ടർ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ കൂടെ ഉള്ള പലപ്പോഴും പറയാറുണ്ട്, അപ്പാ ഞങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, പക്ഷെ കർത്താവിന് ഞങ്ങൾ ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നയിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് അനുഗ്രഹിക്കണം. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം